Hello everyone, welcome to ASAP. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജനറൽ PSC, LPUP പോലെയുള്ള എക്സാംസിന് കോമൺ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് ഒരു 5ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 6ൽ തൊട്ടിട്ട് പഠിച്ചു വന്നിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ് ഐ എന്ന് പറയുക, അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് എന്ന് പറയുന്ന ഭാഗം അല്ലേ. നമ്മൾ അധികവും ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പഠിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലാണ് നമ്മൾ കണ്ണ്, മൂക്ക്, നാക്ക് തുടങ്ങിയിട്ടുള്ള 5 ഓർഗൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ഭാഗങ്ങളെ കുറിച്ചിട്ട് പഠിക്കാം. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ കണ്ണിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കണ്ണിനെ കുറിച്ച് നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ തുടങ്ങേണ്ടത് നമ്മുടെ കണ്ണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നറിയണം അല്ലേ. നമുക്കറിയാം, നമ്മുടെ ഫേസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ണ് കാണാൻ പറ്റും. അതുപോലെ ഒരു അസ്ഥികൂടം നോക്കിക്കഴിഞ്ഞാൽ അസ്ഥികൂടത്തിന്റെ ഫേസിൽ 2 കുഴികൾ കാണുന്നില്ലേ അല്ലെ, 2 കുഴികളായിട്ട് കാണാറുണ്ട്. അവിടെയാണ് നമ്മളെ കണ്ണിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പം എക്സാമിന് ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങനെ എഴുതി വെച്ചിട്ട് കാര്യമില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കണ്ണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലയോട്ടിയിലെ നേത്രകോടരത്തിലാണ് എന്ന് പറയും. ഓക്കെ, നേത്രകോടരം എന്ന് പറയുന്ന വാക്ക് ഓർത്ത് വെക്കുക. നമ്മൾ ഓർബിറ്റ് എന്നൊക്കെ പറയാറുണ്ട് ഇംഗ്ലീഷിൽ. ഓക്കെ, നമ്മുടെ കണ്ണ് സ്ഥിതി ചെയ്യുന്നത് നേത്രകോടരത്തിലാണ്. ഇനി നമ്മുടെ കണ്ണിന് ഒരുപാട് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ കണ്ണിന്റെ ചുറ്റുമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. കണ്ണിലേക്ക് എന്തെങ്കിലും പൊടി വരികയാണെങ്കിലോ അല്ലെങ്കിൽ കൂടുതൽ ലൈറ്റ് വരികയാണെങ്കിലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? കണ്ണ് അടയ്ക്കും അല്ലെ. അപ്പോൾ നമ്മുടെ കൺപീലികൾ അല്ലെങ്കിൽ കൺപോളകളൊക്കെയാണ് നമ്മുടെ കണ്ണിന്റെ കാവൽക്കാര് എന്നറിയപ്പെടുന്നത്. ഓക്കെ, കൺപീലികൾ ഉണ്ട്, അതുപോലെ തന്നെ കൺപോളകൾ. ഈ 2 പേരാണ് നമ്മുടെ കണ്ണിന്റെ കാവൽക്കാര് എന്നറിയപ്പെടുന്നത്. നമ്മുടെ കണ്ണിനെ പുറത്തു നിന്നുള്ള ഇതിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്ന ആളുകളാണ് ഇവർ 2 പേരും. ഓക്കെ, ഇനി കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മുഖത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫേസിലായിട്ട് നമുക്ക് 2 കണ്ണുകളാണ് കാണുന്നത് അല്ലെ. അപ്പൊ ഇത്രയും വലിയ സെന്റൻസ് ഒക്കെ കാണാതെ പഠിക്കണമെന്ന് വിചാരിക്കും. നമ്മളോട് 5 മാർക്കിന് എഴുതാനൊന്നും പറയില്ല ഈ കാര്യം അല്ലെ. നമുക്ക് അറിയേണ്ടത് ഒരു ടേം ആണ്, അല്ലെങ്കിൽ ഒറ്റൊരു കോൺസെപ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. നമ്മുടെ മുഖത്ത് 2 കണ്ണുണ്ടെങ്കിലും നമ്മളൊരു വസ്തുവിനെ 2ആയിട്ടാണോ കാണുന്നത്? അല്ല, ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒറ്റ ഒരാളെയല്ലേ ഇവിടെ സ്ക്രീനിൽ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരൊറ്റ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടല്ലേ കാണുന്നത്. അല്ലാതെ 2 കണ്ണിലൂടെയും 2 വിഷ്വൽസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല അല്ലെ. അതായത് നമ്മൾ 2 കണ്ണിന്റെയും കാഴ്ചകള് സമന്വയിപ്പിച്ചിട്ട് ഒരു 3D ഇമേജ് ആയിട്ടാണ് നമുക്കൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റിനെ നമ്മളൊരു പേരിലാണ് അറിയപ്പെടുന്നത്. നമുക്ക് ദ്വിനേത്ര ദർശനം അല്ലെങ്കിൽ ബൈനോക്കുലർ വിഷൻ ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ദ്വിനേത്ര ദർശനം അല്ലെങ്കിൽ ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ആണ്. ഏതെങ്കിലും പ്രസ്താവനകളിലൊക്കെ ദ്വിനേത്ര ദർശനം അല്ലെങ്കിൽ നമുക്ക് മനുഷ്യ നേത്രത്തിന് ദ്വിനേത്ര ദർശനം സാധ്യമാണ് എന്നുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയണം എന്നേ ഉള്ളൂ. നോക്കാം, ഒരേ വസ്തുവിന്റെ 2 ദിശയിൽ നിന്നുള്ള പ്രതിബിംബങ്ങൾ നമ്മുടെ ഓരോ കണ്ണിലും പതിക്കുന്നു. ഇവ 2 ദൃശ്യങ്ങളും മസ്തിഷ്കത്തിന്റെ പ്രവർത്തന ഫലമായി സംയോജിക്കുമ്പോഴാണ് നമുക്ക് വസ്തുവിന്റെ ത്രിമാന രൂപം അല്ലെങ്കിൽ 3D ഇമേജ് അനുഭവപ്പെടുന്നത്. ഓക്കെ, 2 കണ്ണുണ്ടെങ്കിലും നമുക്കൊരു വസ്തുവിൽ നിന്നുള്ള പ്രകാശം 2 കണ്ണിലും പതിക്കുന്നുണ്ട്, റെറ്റിനയിൽ പ്രതിബിംബം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ മസ്തിഷ്കത്തിന്റെ സഹായത്തോടു കൂടി ഈ 2 പ്രതിബിംബങ്ങളെയും നമ്മൾ സംയോജിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഒരൊറ്റ 3D ഇമേജ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മനസ്സിലാക്കുന്നുണ്ട്. അപ്പോഴാണ് ഓക്കെ, ഞാൻ കണ്ട വസ്തു ഇതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരാം. ഓക്കെ, അപ്പൊ കണ്ണുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല, തലച്ചോറിന്റെ പ്രവർത്തനം കൂടി ശരിയായി നടക്കുമ്പോഴാണ് കാഴ്ച അല്ലെങ്കിൽ നമ്മുടെ ദ്വിനേത്ര ദർശനം നമുക്ക് സാധ്യമാകുന്നത്. ഓക്കെ, അപ്പൊ ടേം കിട്ടിയോ? ബൈനോക്കുലർ വിഷൻ അല്ലെങ്കിൽ ദ്വിനേത്ര ദർശനം എന്ന് കിട്ടി. ഓക്കെ, അടുത്ത കോൺസെപ്റ്റ് നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ അടുത്തത് നമുക്ക് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കാറ് കണ്ണിലെ ഏതെങ്കിലും ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാം.
ഓക്കെ, കണ്ണ് നോക്കുകയാണെങ്കിൽ ചുറ്റും നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കണ്ണാടി നോക്കുന്ന സമയത്ത് ഒരു വൈറ്റ് കളറിലും ഒരു ഡാർക്ക് കളറിലും ഉള്ള ഏരിയ മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ അല്ലെ. ഉള്ളിൽ ഒരു ചെറിയ ഒരു സുഷിരം അല്ലെങ്കിൽ ഒരു ഗ്യാപ്പും കാണാം. കണ്ണിന് ശരിയായ രീതിയിൽ നമ്മൾ അനാറ്റമി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണിന് ഒരുപാട് ഭാഗങ്ങൾ കണ്ണിന്റെ ഉള്ളിലും പുറത്തുമായിട്ട് നമുക്ക് ഓർത്തു വെക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അതില് നോക്കൂ, ഇവിടെ കുറേ പേരുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇതൊന്നും കാണാതെ പഠിക്കരുത്. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഓരോ സാധനവും എന്താ എവിടെയാ കാണാ എന്നുള്ളത് അറിയേണ്ടത്. അപ്പൊ നോക്കി നോക്കാം നമുക്ക് ആരൊക്കെ എവിടെയൊക്കെ കാണുന്നത് എന്നുള്ളത്. ഫസ്റ്റ് വൺ, നമ്മുടെ കണ്ണിനെ കുറിച്ച് പറയുമ്പോൾ കണ്ണിന് പ്രധാനമായിട്ട് 3 പാളികളായിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, കണ്ണിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര പാളികളുണ്ട്? 3 പാളികളാണ് കണ്ണിനുള്ളത്. ആദ്യം 3 പാളികളുടെയും പേര് പഠിച്ചു വെക്കാം. പറയുന്ന സമയത്ത് നിങ്ങൾ കൂടെ പറഞ്ഞാൽ മതി. ദെൻ ഒറ്റയ്ക്കൊന്ന് പറഞ്ഞു നോക്കാം. ഏതൊക്കെയാ കണ്ണിന്റെ 3 പാളികൾ? ഞാൻ ആ പുറത്തു നിന്ന് ഉള്ളിലേക്കുള്ള ഓർഡറിലാണ് പറയാൻ പോകുന്നത്. കണ്ണിലെ ഏറ്റവും പുറമെയായിട്ട് ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. ഏറ്റവും പുറമെ ദൃഢപടലം, അതിന്റെ തൊട്ടു പിറകിലായിട്ട് രക്തപടലം, ഏറ്റവും ഉള്ളിലായിട്ട് ദൃഷ്ടിപടലം. ഓക്കെ, ഇത് 3ഉമാണ് പ്രധാനപ്പെട്ട ലെയറുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാളികൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഓരോന്നിന്റെയും പേര് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഇംഗ്ലീഷ് ടേമും കൂടെ ഓർക്കുക. ഇതില് ഒരാളുടെ പേര് ചിലപ്പം ഇംഗ്ലീഷ് ടേം ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. വേറെ ആരുമല്ല, അത് ദൃഷ്ടിപടലത്തിന്റെ പേരാണ്. റെറ്റിന എന്നുള്ള പേരും കൂടി ഓർത്തു വെക്കണം. ബാക്കിയുള്ളത് രണ്ടും കോമൺ മലയാളമാണ് സാധാരണ ചോദിക്കാറ്. പക്ഷെ ദൃഷ്ടിപടലത്തിന്റെ മറ്റൊരു പേരായ റെറ്റിന എന്നും കൂടി നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ബാക്കിയുള്ള ആൾക്കാരുടെ പേരും കൂടി പറഞ്ഞു തരാം. ദൃഢപടലത്തിനെ നമ്മൾ സ്ക്ലീറ എന്ന് വിളിക്കാറുണ്ട്. രക്തപടലത്തിനെ നമ്മൾ കൊറോയിഡ് എന്ന് പറയും. ദൃഷ്ടിപടലത്തിനെ നമ്മൾ റെറ്റിന എന്ന് വിളിക്കും. ഓക്കെ, 3 പേരുകളും അതിന്റെ ടേം, ഇംഗ്ലീഷ് ടേമും എന്താന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ നോക്കേണ്ടത് എന്താ? ഈ 3 ഭാഗങ്ങളും വീണ്ടും, അതല്ലെങ്കിൽ ഈ 3 ഭാഗത്തിലും നമുക്ക് 2 ഭാഗങ്ങൾ വീതം ഒന്ന് പഠിച്ചു വെക്കാം. ദൃഢപടലത്തിലെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങള്, നമ്മുടെ രക്തപടലത്തിലെയും ദൃഷ്ടിപടലത്തിലെയും 2 ഭാഗങ്ങൾ. ഓക്കെ, അങ്ങനെ 6 പേരുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു 6 ടേംസ് എന്താണെന്നത് നോക്കാം. ഫസ്റ്റ് വൺ, ദൃഢപടലം എന്ന് പറയുന്ന ഭാഗത്തെ പറ്റി നമുക്ക് 2 കാര്യങ്ങൾ പഠിക്കാം. നിങ്ങൾ പേര് കേട്ടു അല്ലെ, ദൃഢപടലം എന്നാണ് പേര്. സോ ദൃഢപടലം എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ നിന്ന് തന്നെ അതിന്റെ പണി എന്താ അല്ലെങ്കിൽ ഫങ്ഷൻ എന്താ എന്നുള്ളത് നമുക്ക് കിട്ടും. നോക്കൂ, കണ്ണിന് ദൃഢത നൽകുന്ന പാളിയാണ് ദൃഢപടലം. ഓക്കെ, കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറത്തിലുള്ള ബാഹ്യപാളിയാണ് ദൃഢപടലം എന്ന് അറിയപ്പെടുന്നത്. യോജക കലകളാൽ നിർമ്മിതം. ഓക്കെ, യോജക കലകൾ കൊണ്ട് നിർമ്മിച്ച കണ്ണിന് ദൃഢത കൊടുക്കുന്ന ഏറ്റവും പുറമെയുള്ള പാളിയുടെ പേരാണ് ദൃഢപടലം. ഓക്കെ, അപ്പൊ ഇതില് അറിയാത്ത ടേം യോജക കലകൾ എന്ന് പറഞ്ഞ ടേം അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കോശം എന്ന് പറഞ്ഞൊരു ഭാഗം പഠിച്ചിട്ടുണ്ട് അല്ലെ. കോശം, കലകൾ, അവിടേക്ക് ഒന്നുകൂടെ പോയി യോജക കലകൾ ആരൊക്കെയാ, അതിൽ എന്തൊക്കെയാ വരുന്നത് എന്നുള്ളത് ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുകയും കൂടെ വേണം കേട്ടോ. അപ്പോഴേ നമുക്ക് കണക്ട് ചെയ്തിട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ കൂടുതൽ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ദൃഢപടലത്തിന്റെ ഡെഫിനേഷൻ എന്താ നമ്മൾ പഠിച്ചു. ദെൻ ദൃഢപടലത്തില് പ്രധാനമായിട്ട് 2 ഭാഗങ്ങളാണ് ഉള്ളത്. നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ കാണുന്ന വൈറ്റ് കളറും അതിന്റെ ഏറ്റവും പുറമേയുള്ള ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, 2 ഭാഗങ്ങൾ ഏതാന്ന് നോക്കാം. ഒന്നാമത്തെ ഭാഗത്തിന്റെ പേരാണ് കോർണിയ. ഒന്നാമത്തെ ഭാഗത്തിന്റെ പേരെന്താ? കോർണിയ എന്നാണ്. കോർണിയ എന്ന് പറയുന്നത് ദൃഢപടലത്തിന്റെ ഏറ്റവും മുന്നിലായിട്ട്, ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ്. ഇത് പറയുന്ന സമയത്ത് നിങ്ങൾ കണ്ണാടി കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ച് നോക്കി നോക്കിയേ. നമ്മുടെ കണ്ണില് നോക്കുന്ന സമയത്ത് ഏറ്റവും ഫ്രണ്ടിലായിട്ട് ഈ ഒരു ബ്ലാക്ക് കളറൊക്കെ കാണുന്നില്ല, അതിൻ്റെ ഒക്കെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് കുറച്ച് പോർഷൻ ജസ്റ്റ് ഒന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിട്ട് കാണാൻ പറ്റും. ആ ഭാഗത്തിനെയാണ് നമ്മൾ കോർണിയ എന്ന് വിളിക്കുന്നത്. ഇനി കോർണിയയുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ അല്ലെങ്കിൽ വേറെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രകാശരശ്മികളെ ഉള്ളിലോട്ട് കടത്തുന്ന ഭാഗമാണ് കോർണിയ. ഓക്കെ, വസ്തുവിൽ നിന്നുള്ള പ്രകാശരശ്മി ആദ്യം വന്ന് തട്ടി ഉള്ളിലേക്ക് കടത്തി വിടുന്നത് കോർണിയ എന്നുള്ള ഭാഗം ഉള്ളത് കൊണ്ട്, അതുകൊണ്ടാണ് സുതാര്യമായത് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ സുതാര്യമായ ഭാഗമാണ്, മുന്നോട്ട് തള്ളിയിട്ടുള്ള ഭാഗമാണ്, പ്രകാശരശ്മികൾ കടന്നു പോകുന്ന ഭാഗവും കോർണിയാണ്.
ഓക്കെ, അതാണ് കോർണിയയുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി നമ്മൾ കണ്ണ് മാറ്റിവെക്കൽ സർജറി നടത്താറില്ലേ? കണ്ണ് മൊത്തത്തിൽ എടുത്തിട്ട് വേറൊരാൾക്ക് ഫിറ്റ് ചെയ്യാണോ ചെയ്യുക? അല്ല, കോർണിയയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കണ്ണ് മാറ്റിവെക്കൽ എന്ന് പറയുന്ന പ്രക്രിയയിൽ കോർണിയ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ മാറ്റിവെക്കുന്നത്. ഇത്രയും കിട്ടിയ കോർണിയനെ കുറിച്ച്, ദൃഢപടലത്തിലെ കോർണിയനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയോ? ദെൻ കോർണിയ കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു മുന്നോട്ട് തള്ളിയ ഭാഗം കഴിഞ്ഞാൽ അത് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പരന്നിട്ട് വൈറ്റ് കളറിൽ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ കാണുന്നില്ലേ? ആ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് കൺജങ്ക്ടൈവ എന്ന് വിളിക്കും. ഓക്കെ, കൺജങ്ക്ടൈവ. ദൃഢപടലത്തിന്റെ മുൻവശത്ത് കോർണിയ ഒഴികെയുള്ള ബാക്കി ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺജങ്ക്ടൈവ. കൺജങ്ക്ടൈവന്റെ പണി ബാക്കിയുള്ള പിറകിലോട്ടുള്ള ഭാഗങ്ങളെയൊക്കെ ഒന്ന് പൊതിഞ്ഞ് സംരക്ഷിക്കുക എന്നുള്ള പണിയാണ് ആര് ചെയ്യുന്നത്? കൺജങ്ക്ടൈവ എന്ന് പറയുന്ന ആള് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ കണ്ണൊക്കെ നന്നായിട്ട് പ്രസ്സായിട്ട് തിരുമുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഒക്കെ വരുന്ന സമയത്തൊക്കെ നമ്മൾ റെഡ് കളറായിട്ട് കാണുന്നില്ലേ? അത് നമ്മുടെ കൺജങ്ക്ടൈവ ആയിരിക്കും. ഓക്കെ, ഇൻഫെക്ഷൻ, കൺജങ്ക്ടിവിറ്റിസ് എന്ന് പറയുന്ന ഇൻഫെക്ഷൻ ഒക്കെ വരുന്ന ഭാഗമാണ് കൺജങ്ക്ടൈവ. അത് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ നമ്മൾ ഒരേ പേര് തന്നെയാണ് പറയുക. ഓക്കെ, കോർണിയ അല്ലെങ്കിൽ കൺജങ്ക്ടൈവ എന്നൊക്കെ പറയുന്നത് മലയാളവും ഇംഗ്ലീഷ് ടേമും നമ്മൾ കോമൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ദൃഢപടലത്തിലെ രണ്ട് ഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു? കോർണിയ ഉണ്ട്, കൺജങ്ക്ടൈവ ഉണ്ട്. ദെൻ രക്തപടലമാണ് അല്ലെ രണ്ടാമത്തെ ആന്തരപാളി അല്ലെങ്കിൽ മധ്യപാളി എന്ന് പറയാം. ഓക്കെ, ദൃഢപടലം കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടുപിറകിലായിട്ട് കാണുന്ന രക്തപടലം പേരിൽ തന്നെ ഉണ്ട്. നോക്കി, രക്തപടലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന ഭാഗം, മധ്യപാളിയാണ് രക്തപടലം. ഓക്കെ, ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളിയെ പറയുന്ന പേരാണ് രക്തപടലം അല്ലെങ്കിൽ കോറോയിഡ് എന്ന് പറയും. ഈ രക്തപടലത്തിലും രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട്. രണ്ട് ഭാഗങ്ങളിലെ ആദ്യത്തെ ഭാഗമാണ് ഐറിസ് എന്നറിയപ്പെടുന്നത്. നമുക്ക് കണ്ടുപരിചയമുള്ള ഭാഗം തന്നെയാണ്. കണ്ണാടി നോക്കുന്ന സമയത്ത് ബ്ലാക്ക് കളറിൽ ഒരു വട്ടം കാണാറില്ലേ? ഐറിസ് ആണത്. ഓക്കെ, ഐറിസ് എന്ന് പറയുന്ന കറുത്ത നിറത്തിലുള്ള ഭാഗമാണ് രണ്ടാമത് പറയുന്നത്. കോർണിയയുടെ പിൻഭാഗത്തായി രക്തപടലത്തിന്റെ ഭാഗമാണ് ഐറിസ്. ഇതൊന്ന് സാധാരണ ചോദിക്കുക, നമ്മുടെയൊക്കെ ഐറിസിന് ഒരു ലൈറ്റ്, ഒരു ഷെയ്ഡ് ഉണ്ട് അല്ലെ? ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു ഡാർക്ക്, ഒരു ബ്ലാക്കിഷ് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ആരാണ് നിറം കൊടുക്കുന്നത്? മെലാനിൻ എന്ന് പറയുന്ന വർണ്ണവസ്തുവാണ്. ഓക്കെ, മെലാനിൻ എന്ന് പറയുന്ന ഇരുണ്ട നിറം കൊടുക്കുന്നത് മെലാനിൻ എന്ന് പറയുന്ന വർണ്ണവസ്തുവാണ്. ആളുടെ പേര് മറന്നു പോകരുത്. പല സ്ഥലത്തും നമ്മുടെ സ്കിന്നിന്റെ കേസിലും നമുക്ക് നിറം തരുന്നത് മെലാനിൻ എന്ന് പറയുന്ന വർണ്ണവസ്തു അല്ലെങ്കിൽ അതൊരു പ്രോട്ടീനാണ്. അപ്പൊ കണ്ണിന് ഐറിസിന് നിറം കൊടുക്കുന്നതും ഇരുണ്ട നിറം കൊടുക്കുന്നതും ആര് തന്നെയാണ്? മെലാനിൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ വട്ടത്തില് ഡാർക്ക് കളറിൽ കാണുന്ന രക്തപടലത്തിന്റെ ഭാഗമാണ് ഐറിസ്. ഐറിസിന് നിറം കൊടുക്കുന്നത് മെലാനിൻ ആണ്. ഐറിസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, ഈ ഐറിസ് എന്ന് പറയുന്നത് ഒരു റൗണ്ട് ഷേപ്പിലുണ്ട് അല്ലെ? അതിന്റെ നടുക്കായിട്ട് ചെറിയൊരു സുഷിരം, ഒരു വട്ടം കാണാൻ വേണ്ടി പറ്റും. ഐറിസിന്റെ മധ്യഭാഗത്ത് കാണുന്ന ആ ഒരു ചെറിയ സുഷിരത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് പ്യൂപ്പിൾ എന്നാണ്. ഓക്കെ, പ്യൂപ്പിൾ എന്ന് വിളിക്കും. ഐറിസിന്റെ മധ്യഭാഗത്തായിട്ട് കാണുന്ന ചെറിയ സുഷിരത്തിന്റെ പേരാണ് പ്യൂപ്പിൾ. മറന്നു പോകരുത്, പ്യൂപ്പിൾ എന്നാണ് അതിന്റെ പേര്. അത് തന്നെയാണ് അതിന്റെ ഡെഫിനേഷനും. പ്യൂപ്പിൾ എന്ന് പറയുന്നത് ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സുഷിരം. ഇനി ഈ പ്യൂപ്പിള് നമ്മൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒരു ടോർച്ച് എടുത്തിട്ട് കണ്ണാടിനെ മുന്നിൽ ചെന്നിട്ട് ടോർച്ച് ഒന്ന് പതുക്കെ കണ്ണിലോട്ട് അടിച്ചു നോക്കുക. അത് ടോർച്ച് ഒന്ന് മാറ്റി നോക്കിയിട്ടും കണ്ണിലൊന്ന് നോക്കുക. ഈ ടോർച്ച് അടിക്കുന്നതിനും ഓഫ് ആക്കുന്നതിന്റെ ഒക്കെ ഭാഗമായിട്ട് ഈ പ്യൂപ്പിളിന്റെ സൈസ് ഇങ്ങനെ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ പ്യൂപ്പിൾ ഇങ്ങനെ വികസിച്ച് ആ ഒരു സുഷിരം കുറച്ച് വലുപ്പത്തിൽ കാണാം, അല്ലെങ്കിൽ ആ സുഷിരം ചെറുതാവുന്നത് കാണാം. അപ്പൊ പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ച് സൈസ് അല്ലെങ്കിൽ വലുപ്പം ക്രമീകരിക്കാൻ കഴിയുന്ന ഭാഗം കൂടിയാണ് ഏത്? പ്യൂപ്പിള്. അതും കൂടെ ഓർത്തു വെക്കുക. പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ച് വലുപ്പം ക്രമീകരിക്കാൻ കഴിയുന്ന ഭാഗം കൂടിയാണ് പ്യൂപ്പിൾ എന്ന് പറയുന്ന ആ ചെറിയൊരു സുഷിരം. ഓക്കെ, കോർണിയയിൽ വന്ന് തട്ടിയിട്ടുള്ള പ്രകാശം ഈ ഒരു പ്യൂപ്പിളിന്റെ അകത്തുകൂടെയാണ് ഉള്ളിലേക്ക് അടുത്ത ഭാഗമായിട്ടുള്ള ലെൻസ് എന്ന് പറയുന്ന ഭാഗത്തോട്ടൊക്കെ എത്താൻ പോകുന്നത്.
ക്ലിയർ ആണോ? അപ്പൊ 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ദൃഢപടലത്തില് കോർണിയയും കൺജങ്ക്റ്റീവയും ഉണ്ട്, രക്തപടലത്തില് ഐറിസും പ്യൂപ്പിളും ഉണ്ട് എന്ന് പഠിച്ചു. ഇനി ലാസ്റ്റ് മൂന്നാമത്തെ ഏറ്റവും ആന്തരപാളി, ഏറ്റവും ഉള്ളിലുള്ള കണ്ണിന്റെ പാളിയാണ് ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന. ഓക്കെ, 2 ടേമും പഠിക്കുക, ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന. അപ്പൊ നോക്കിയേ, ദൃഷ്ടിപടലം പേരും തന്നെ ഓർത്തു നോക്കിയേ, കാഴ്ച സാധ്യമാകുന്ന പാളി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൃഷ്ടിപടലമാണ്. ഓക്കെ, ദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ? കാഴ്ച. അപ്പോ കാഴ്ച സാധ്യമാകുന്ന ധാരാളം പ്രകാശഗ്രാഹികൾ കാണുന്ന ഭാഗത്തിനെയാണ് നമ്മൾ റെറ്റിന അല്ലെങ്കിൽ ദൃഷ്ടിപടലം എന്ന് പറയും. ഓക്കെ, ഇനി എന്താ പ്രകാശഗ്രാഹികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗ്രാഹികൾ എന്ന് പറഞ്ഞാൽ റിസീവ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ആൾക്കാർ നമ്മൾ പറയൂ അല്ലെ. പല ഗ്രാഹികളുണ്ട്, ഹോർമോൺസിന് ഒക്കെ കുറെ ഗ്രാഹികളുണ്ട്. അതായത് ഹോർമോണിന്റെ ഗ്രാഹികളാണെങ്കിൽ ഹോർമോൺ വന്ന് ഇരുന്നിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ്. ഇനി ഇവിടെ പ്രകാശഗ്രാഹികളാണെങ്കിൽ നമ്മുടെ കോർണിയന്റെ ഉള്ളിൽ കൂടെ വന്ന ആ പ്രകാശത്തിനെ സ്വീകരിച്ചിട്ട് കാഴ്ച അല്ലെങ്കിൽ ഇമേജ് രൂപപ്പെടുത്തുന്ന ആ ഒരു ഭാഗമാണ് നമ്മുടെ ദൃഷ്ടിപടലം. ഓക്കെ, അപ്പൊ പ്രകാശഗ്രാഹികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കോശങ്ങളാണ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് എന്ത് കാര്യമുള്ളൂ? ദൃഷ്ടിപടലത്തിൽ ധാരാളം പ്രകാശഗ്രാഹികൾ കാണുന്നുണ്ട്. പ്രതിബിംബം രൂപപ്പെടുന്ന പാളി എന്നും എക്സാമിന് ചോദിക്കും. ഓക്കെ, പ്രതിബിംബം രൂപപ്പെടുന്ന പാളി ഏത് എന്ന് ചോദിച്ചാലും ആൻസർ റെറ്റിനയാണ്. പ്രതിബിംബം രൂപപ്പെടുന്നു. ഓക്കെ, മറക്കരുത്, പ്രതിബിംബം രൂപപ്പെടുന്ന പാളിയാണ് റെറ്റിന. റെറ്റിന ക്ലിയർ ആണോ? പ്രതിബിംബം രൂപപ്പെടുന്ന പാളിയാണ് റെറ്റിന. അപ്പൊ റെറ്റിനയുമായിട്ട് ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ ഓർക്കുക. പ്രകാശഗ്രാഹികൾ കാണുന്ന പാളി എന്ന് ചോദിച്ചാലും ആൻസർ റെറ്റിനയാണ്. പ്രതിബിംബം രൂപപ്പെടുന്ന പാളി എന്ന് ചോദിച്ചാലും റെറ്റിനയാണ് ആൻസർ വരിക. ഓക്കെ, ഇനി റെറ്റിനയില് അല്ലെങ്കിൽ ദൃഷ്ടിപടലത്തില് പ്രധാനമായിട്ട് 2 ഭാഗങ്ങൾ കാണുന്നുണ്ട്. അന്ധബിന്ദുവും പീതബിന്ദുവുമാണ്. ഓക്കെ, അന്ധബിന്ദു ഉണ്ട്, പീതബിന്ദു ഉണ്ട്. രണ്ടിന്റെ പേര് വെച്ചിട്ട് തന്നെ അതിന്റെ പണി ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഫസ്റ്റ് വൺ ഈസ് പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട്. പീതം എന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞ കളർ എന്നർത്ഥം അല്ലെ. അപ്പൊ യെല്ലോ സ്പോട്ട് എന്ന് പറയും. എന്താ യെല്ലോ സ്പോട്ടിന്റെ പ്രത്യേകത? റെറ്റിനയില് പ്രകാശഗ്രാഹി കോശങ്ങളെ കൂടുതൽ കാണുന്ന ഭാഗമാണ്. കൂടാതെ ഏറ്റവും തെളിമയുള്ള പ്രതിബിംബം, ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള പ്രതിബിംബം നമുക്ക് കിട്ടുന്നത് ഈ ഒരു പീതബിന്ദുവിലായിരിക്കും. ഓക്കെ, ഇപ്പൊ കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റെറ്റിനയിലാണ് പ്രതിബിംബം ഉണ്ടാവുന്നത്. ഇനി കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ റെറ്റിനയിലെ പീതബിന്ദുവിലാണ് ഏറ്റവും തെളിമയുള്ള ഇമേജ് പ്രതിബിംബം രൂപപ്പെടുക. കൂടാതെ നമ്മളൊരു ചെറിയ വസ്തുവിനെ, വളരെ സൈസ് കുറഞ്ഞ ഒരു വസ്തുവിനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കില്ലേ, ആ സമയത്തൊക്കെ പ്രതിബിംബം രൂപപ്പെടുന്നത് പീതബിന്ദുവിലായിരിക്കും. കിട്ടിയോ? അപ്പൊ പീതബിന്ദുവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടത് ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, താഴെ തന്നിട്ടുള്ളതിൽ പീതബിന്ദുവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന സെലക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പീതബിന്ദു കാണുന്നത് നമ്മുടെ റെറ്റിനയിലാണ്. ധാരാളം പ്രകാശഗ്രാഹി കോശങ്ങൾ അവിടെ കാണുന്നുണ്ട്. പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ളത് പീതബിന്ദുവിലാണ്. വസ്തുക്കളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുമ്പോൾ പ്രതിബിംബം കാണുന്നതും നമ്മുടെ പീതബിന്ദുവിലായിരിക്കും. ഓക്കെ, ഇതാണ് പീതബിന്ദു എന്ന് പറയുന്ന ഭാഗം. അടുത്തത് അന്ധബിന്ദു. അല്ലെങ്കിൽ അന്ധൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ കാഴ്ചയില്ലാത്ത ആൾക്കാരെ പറയുന്നതാണ് അല്ലെ. ഇത് അവരിൽ മാത്രം കാണുന്നതല്ല, നമ്മുടെ എല്ലാ ആളുകളിലും ഉണ്ട്. അന്ധബിന്ദുവിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? പ്രകാശഗ്രാഹി കോശങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, പീതബിന്ദുവിൽ കാണുന്നുണ്ട്, അന്ധബിന്ദുവില് പ്രകാശഗ്രാഹി കോശങ്ങള് കാണുന്നില്ല എന്നതാണ് ഏറ്റവും പ്രത്യേകത. റെറ്റിനയിൽ നിന്ന് നേത്രനാടി ആരംഭിക്കുന്ന ഭാഗമാണ്. പ്രകാശഗ്രാഹികൾ ഇല്ലാന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരിക്കുന്ന ആളല്ല. റെറ്റിനയിൽ നിന്ന് നേത്രനാടികൾ ആരംഭിക്കുന്നത് അന്ധബിന്ദുവിലാണ്. ആ നേത്രനാടി ഉണ്ടെങ്കിലേ ആ വിവരമൊക്കെ തലച്ചോറിലോട്ട് പോയിട്ട് നമ്മൾ എന്ത് വസ്തുവിനെയാ കണ്ടത്, ദ്വിനേത്ര ദർശനം അങ്ങനെയുള്ള പരിപാടികളൊക്കെ സാധ്യമാവുള്ളൂ. കണ്ണില് പ്രകാശം പോയതുകൊണ്ട് മാത്രം കാര്യമില്ല, ഈ കിട്ടിയ ഇമേജിനെ ഒന്ന് പ്രോസസ് ചെയ്ത് നിങ്ങൾ കണ്ട വസ്തു ഇന്നതാണ് എന്ന് പറയണമെങ്കിൽ ഈ വിവരമൊക്കെ എങ്ങോട്ട് പോകണം? ബ്രെയിനിലോട്ട് പോകണം. ബ്രെയിനിലോട്ട് പോകണമെങ്കിൽ ആര് കൊണ്ടുപോകണം? നേത്രനാടികള് കൊണ്ടുപോകണം. ഈ നേത്രനാടികൾ എവിടുന്നാ കാണുന്നത്? അന്ധബിന്ദു എന്ന് പറയുന്ന റെറ്റിനേന്റെ ഭാഗത്താണ് നേത്രനാടികള് കാണുന്നത്. ക്ലിയർ ആണോ?
ഇതാണ് 6 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. നമ്മുടെ കണ്ണില് 3 പാളികളുണ്ട്. ഈ 3 പാളികളിലും കൂടിയായിട്ട് മൊത്തം 6 ഭാഗങ്ങളാണുള്ളത്. ഓക്കെ, എക്സാമിന് സാധാരണ ചോദിക്കുന്ന ഭാഗങ്ങളാണ്. ഓർഡർ ആയിട്ട് ആ ഒരു കറക്റ്റ് ഓർഡറിൽ ആ ഒരു പേരിന്റെ ഒരു അർത്ഥമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ 6 പേരും കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് ഓപ്ഷനിലാണ് നമുക്ക് ചൂസ് ചെയ്യാനുള്ളത്. ഓപ്ഷൻ വായിച്ചു നോക്കുക, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, ഓപ്ഷന് നമുക്ക് വേണ്ട ആൻസർ ചൂസ് ചെയ്യാം. ഓക്കെ, അടുത്തത് നമുക്ക് ലെൻസ് എന്ന് പറയുന്ന ഒരു സംഭവം പഠിച്ചിട്ടില്ലേ? പണ്ട് ഫിസിക്സ് ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലൊക്കെ നമ്മൾ ലെൻസുകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസുകൾ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ലെൻസുകൾ സുതാര്യമായിട്ടുള്ള പ്രകാശത്തിനെ കടത്തിവിടാൻ പറ്റുന്ന ആളുകളാണ് ലെൻസുകൾ എന്ന് പറയുന്നത്. കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾ ഫിസിക്സിൽ എന്താ ലെൻസ്, എത്ര ടൈപ്പ് ലെൻസ് ഉണ്ട്, എന്തിന് അടിസ്ഥാനത്തിൽ ലെൻസിനെ തരം തിരിച്ചു എന്നൊക്കെ നമ്മൾ ഫിസിക്സിൽ പഠിക്കും. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് കണ്ണിലെ ലെൻസ് ഏതാണ് എന്നുള്ളതാ. ചോദിക്കാറുണ്ട് എക്സാമിന്. ഒറ്റ വാക്കിൽ പഠിക്കുക. കണ്ണിലെ ലെൻസുകൾ ബൈകോൺവെക്സ് ലെൻസുകളാണ്. ഏതാണ് കണ്ണിലെ ലെൻസ്? ബൈകോൺവെക്സ് ലെൻസുകൾ. ഇനി ഓപ്ഷനിൽ ചിലപ്പം കോൺവെക്സ് ലെൻസ് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് മാത്രം ചൂസ് ചെയ്താൽ മതി. കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബൈകോൺവെക്സ് ലെൻസുകളാണ് കണ്ണിലുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ ബൈകോൺവെക്സ് ലെൻസുകൾ. മറന്നു പോവരുത്, ബൈകോൺവെക്സ്. ഇനി ഈ ഒരു കാര്യം ഞാനിവിടെ പറയുന്ന സമയത്ത് നിങ്ങൾ കോൺകേവും കോൺവെക്സും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയുമെന്നൊന്നും ആലോചിച്ച് നോക്കി. ഫിസിക്സിൽ നമ്മൾ പഠിച്ചാൽ നമുക്ക് LP-UP എക്സാമിനും ജനറൽ PSCക്കൊക്കെ ചെറിയ ചെറിയ ഫിസിക്സും പഠിക്കണ്ടേ, ഭൗതിക ശാസ്ത്രം. അതിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കോൺകേവ് കോൺവെക്സും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു എന്നുള്ളത്? പണ്ട് ഒരു പിക്ചറൊക്കെ വരച്ചിട്ട് നമ്മൾ ഇങ്ങനെ വരച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം കേട്ടോ. ദെൻ നേത്രനാഡി എന്ന് പറയുന്ന ഭാഗം നമ്മൾ പഠിച്ചു അല്ലെ. എവിടുന്നാ നേത്രനാഡി വന്നിരുന്നേ? ഓർത്ത് നോക്കിയേ, തൊട്ട് മുന്നേ പറഞ്ഞ കാര്യം. നേത്രനാഡി വന്നിരുന്നത് പീതബിന്ദുവിൽ നിന്നാണോ അന്ധബിന്ദുവിൽ നിന്നാണോ? അന്ധബിന്ദുവിൽ നിന്നാണ് അല്ലെ. സോ നേത്രനാഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ണില് കിട്ടിയ വിവരത്തിനെ ആർക്ക് കൊണ്ടുകൊടുക്കണം? നമ്മുടെ തലച്ചോറിലേക്ക് കൊണ്ടുകൊടുക്കുന്ന ആളാണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കണ്ണിലെ പ്രകാശഗ്രാഹികളിൽ നിന്നുള്ള വിവരത്തിനെ നമ്മള് ആവേഗങ്ങൾ എന്ന് പറയും അല്ലെ. നാഡികളുടെ കാര്യത്തിൽ നമ്മൾ ഈ വിവരം എന്നുള്ള കാര്യത്തിന് നമ്മൾ ആവേഗങ്ങൾ എന്നാ പറയാ. ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഏതാ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രം? ഓർത്തു നോക്കിയേ, പഠിച്ചിട്ടുണ്ട് നമ്മള്. മസ്തിഷ്കത്തില് ഓരോ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടും പല പല ഏരിയകൾ കാണുന്നുണ്ട്. അതില് കാഴ്ചയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏതാ? കാഴ്ച, ഓർമ്മ, ബുദ്ധി, ഭാവന, ചിന്ത തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന ഭാഗമാണ് സെറിബ്രം എന്നറിയപ്പെടുന്നത് കേട്ടോ. സെറിബ്രം മറക്കരുത്, സെറിബ്രം. മസ്തിഷ്കത്തിന് ഒരുപാട് ഭാഗങ്ങളുണ്ട്. സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലാങ്കേറ്റ, പോൺസ്, ഹൈപ്പോതലാമസ്, അങ്ങനെ പല പല ഭാഗങ്ങളാണുള്ളത്. അതില് സെറിബ്രം എന്നറിയപ്പെടുന്ന ഭാഗമാണ് നമ്മുടെ കാഴ്ചയുമായിട്ട് അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയുള്ള എല്ലാ വിവരങ്ങളെയും പ്രോസസ്സ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മുടെ സെറിബ്രാണ്. അതുപോലെ നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയും, അതായത് ബുദ്ധി, ഭാവന, ഓർമ്മ തുടങ്ങിയിട്ടുള്ള ചിന്തിക്കാനുള്ള ശേഷി, ഇതൊക്കെ നമ്മുടെ സെറിബ്രവുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ റിവൈസ് ചെയ്യേണ്ട ടോപ്പിക് എന്താണെന്നറിയോ? മസ്തിഷ്കത്തിന്റെ പ്രധാനപ്പെട്ട 4-5 ഭാഗങ്ങളും അവരുടെ പണി എന്താന്നുള്ളതും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മുന്നേ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നൊന്ന് റിവൈസ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, അങ്ങനെ ആകുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രസ്താവന ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ പരസ്പരമുള്ള ടോപ്പിക്സ് നമ്മൾ കണക്ട് ചെയ്തിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് പ്രധാനപ്പെട്ട ഒരാളാണ്. നമ്മുടെ കണ്ണില് അല്ലെങ്കിൽ ഏറ്റവും വേഗതയുള്ള മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വേഗതയുള്ള പേശിയാണ് സീലിയറി പേശികൾ. ഓക്കെ, സീലിയറി പേശികൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വേഗത കൂടിയ പേശി. സീലിയറി പേശികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികളെ നമ്മൾ പറയുന്ന പേരാണ് സീലിയറി പേശികൾ എന്ന് പറയുന്നത്. ഈ സീലിയറി പേശികളുടെ സങ്കോചവും വികാസത്തിന്റെയും ഫലമായിട്ടാണ് ഈ ലെൻസിന്റെ വക്രത നമുക്ക് ക്രമീകരിക്കാൻ പറ്റുന്നത്.
നമ്മൾ കണ്ണടയ്ക്കുകയും തുറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ, നമ്മൾ അറിയാതെ നടക്കുന്ന പരിപാടിയാണ്. അപ്പം ഈ അടയ്ക്കുകയും തുറക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ലെൻസിന് പ്രത്യേകിച്ച് മാറ്റങ്ങളോ ഇളക്കോ തട്ടലോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ലെൻസിന് എപ്പോഴും പ്രോപ്പർ സ്ഥലത്ത് നമുക്ക് ക്രമീകരിക്കണം. അതിന്റെ വക്രത, അതിന്റെ ഷേപ്പ് ഒക്കെ നമുക്ക് മാനേജ് ചെയ്ത് വെക്കണം. അങ്ങനെ നടക്കണം എന്നുണ്ടെങ്കിൽ ലെൻസിന്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ സീലിയറി പേശികളാണ്. വളരെ ക്വിക്കായിട്ട് പ്രവർത്തിക്കുന്ന, വളരെ ഫാസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഓർത്തു വെക്കേണ്ടത് 3 പേരുകളാണ്. കണ്ണിലെ ലെൻസ് ഏതാണെന്ന് ചോദിച്ചാൽ ബൈകോൺവെക്സ് അല്ലെങ്കിൽ വെറും കോൺവെക്സ് ലെൻസ് എന്ന് ഓർത്തു വെക്കുക. നേത്രനാഡികൾ അന്ധബിന്ദുവിൽ നിന്ന് തുടങ്ങുന്നു. ഈ നേത്രനാഡികൾ വിവരങ്ങൾ കൊണ്ടുകൊടുക്കുന്ന സ്ഥലം എവിടെയാ? മസ്തിഷ്കത്തില്, സെറിബ്രത്തിലാണ് വിവരങ്ങൾ എത്തിക്കുന്നത് എന്നാണ് രണ്ടാമത് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. മൂന്നാമത്തത്, നമ്മുടെ ഈ ബൈകോൺവെക്സ് ലെൻസിലെ കണ്ണിന്റെ അകത്തെ ഈ ലെൻസിന്റെ വക്രത ക്രമീകരിക്കാൻ, അതിനെ നിലനിർത്താൻ സഹായിക്കുന്നത് ചില പേശികളാണ്. ആ പേശികളുടെ പേരാണ് സീലിയറി പേശികൾ എന്ന് പറയുന്നത്. കിട്ടിയോ? ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ നോക്കൂ, ഈ ആളുകളും അതുപോലെ തന്നെ ഇതിന്റെ മുന്നേ ഉള്ള കുറേ പേരുകളും ഇല്ലേ, ഇതെല്ലാം കൂടിയാണ് നമ്മൾ ഈ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പിക്ചർ ഒന്ന് പോസ് ചെയ്ത് നോക്കുക. ഈ ഒരു പോർഷൻ പോസ് ചെയ്തിട്ട് ഇതിലുള്ള ഓരോ ഭാഗവും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നുള്ളത് ഓർത്തു കഴിഞ്ഞാൽ മതി. ഓക്കെ, ക്വിക്കായിട്ട് ഒരു 2-3 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ണിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ഇതിൻ്റെ അകത്തുനിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്തതിലോട്ട് നോക്കൂ. 2 കണ്ണുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ് തന്നെയാണ്, ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നു എന്നുള്ളൂ. നമ്മൾ കണ്ണിൽ ടോർച്ച് അടിക്കുന്ന സമയത്ത്, കണ്ണിൽ ടോർച്ച് അടിക്കുന്ന സമയത്തും ആ ലൈറ്റ് മാറ്റി പിടിക്കുന്ന സമയത്തും നമ്മുടെ കണ്ണിന്റെ പ്യൂപ്പിൾ അല്ലെ, നമ്മൾ പറയും കൃഷ്ണമണി എന്ന് പറയും മൊത്തത്തിൽ ആ ഒരു ബ്ലാക്ക് കളറിനെ. കൃഷ്ണമണിക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. എന്തൊക്കെ മാറ്റങ്ങളാന്ന് നോക്കിയേ. മങ്ങിയ പ്രകാശത്തില് പ്യൂപ്പിളിന് എന്ത് മാറ്റം ഉണ്ടാവുക? അതേ പ്യൂപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുക്ക്, കൃഷ്ണമണിന്റെ നടുക്കുള്ള ആ ഭാഗം. മങ്ങിയ പ്രകാശത്തില് പ്യൂപ്പിള് വികസിക്കും. എന്തിനായിരിക്കും പ്യൂപ്പിള് വികസിക്കുക? ഓൾറെഡി ലൈറ്റ് കുറവാണ്. അപ്പൊ പ്യൂപ്പിൾ ഒന്ന് വലുതായി കഴിഞ്ഞാല് എന്താ ഗുണം കിട്ടുക? പ്യൂപ്പിള് വലുതായി കഴിഞ്ഞാല് ആ കുറഞ്ഞ ലൈറ്റിനെ മാക്സിമം ഉള്ളിലേക്ക് അങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത് ഓർത്താൽ മതി. ഓക്കെ, മങ്ങിയ പ്രകാശത്തില് പ്യൂപ്പിളിനുണ്ടാവുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂപ്പിൾ വികസിക്കുന്നു എന്ന് ഓർത്തു വെക്കാം. ഓക്കെ, വികസിക്കുന്നു. ശരിയാണോ തെറ്റാണോ എന്ന് പോലെയുള്ള പ്രസ്താവനകളൊക്കെ നമുക്ക് നിന്ന് വരാം കേട്ടോ. പ്യൂപ്പിള് മങ്ങിയ പ്രകാശത്തില് വികസിക്കും, കുറച്ചൊന്ന് വലുതായിട്ട് നിൽക്കും. ദെൻ തീവ്ര പ്രകാശത്തിൽ പ്യൂപ്പിളിനുണ്ടാവുന്ന മാറ്റം, നമ്മൾ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ടോർച്ചിലേക്ക്, നമ്മുടെ കണ്ണിലേക്ക് ടോർച്ച് അടിച്ചു പിടിക്കുന്ന സമയത്ത് നല്ല ലൈറ്റാ. എന്ത് സാധനവും കൂടുതലായി കഴിഞ്ഞാൽ ഒരു തരം ഡിസ്റ്റർബൻസ് ആണ് അല്ലെ. അപ്പൊ നമ്മുടെ പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നറിയോ? ചുരുങ്ങും. ഇത്രയും ലൈറ്റിന് എൻ്റെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് ആവശ്യമില്ല, ഞാനൊന്ന് ചെറുതാവട്ടെ എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ഓർക്കുക? കൂടുതൽ പ്രകാശം വരുന്ന സമയത്ത് നമ്മുടെ പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നു? ചുരുങ്ങുന്നു. ഓക്കെ, തീവ്രപ്രകാശത്തിൽ പ്യൂപ്പിള് ചുരുങ്ങുന്നു. കിട്ടിയോ? മങ്ങിയ പ്രകാശത്തില് വികസിക്കും, കുറഞ്ഞ തീവ്ര പ്രകാശമാണെന്നുണ്ടെങ്കിൽ അത് ചുരുങ്ങുകയാണ് ചെയ്യുക. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാ ചെയ്തത് ഇതൊക്കെ? 2 പരിപാടിയാണെങ്കിലും നമ്മുടെ കണ്ണിന്റെ അകത്തേക്കുള്ള ആ ഒരു ലൈറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2 പണിയാണെങ്കിലും നമ്മുടെ പ്യൂപ്പിൾ ചെയ്തിട്ടുള്ളത് അല്ലെ. നമ്മുടെ കണ്ണിലെ പ്രകാശത്തിന്റെ തീവ്രത അല്ലെങ്കിൽ പ്രകാശത്തിന്റെ അളവിനെ ക്രമീകരിക്കുക എന്നുള്ള പണിയാണ് ഈ ഒരാൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഇത് ചുരുങ്ങോ വികസിക്കുക അല്ലെങ്കിൽ ചുരുങ്ങോ വിശ്രമിക്കുക ഒക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത പറയുന്നത്. അതിന് സഹായിക്കുന്ന കുറച്ച് പേരുണ്ട്. ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം പിക്ചർ തന്നെയാണ്. നോക്കൂ, കണ്ണിലെ പ്രകാശ ക്രമീകരണം എങ്ങനെയാണ് എന്നുള്ളതാണ്. നമ്മുടെ ഐറിസ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ബ്ലാക്ക് കളറിലുള്ള ഐറിസ്, മെലാനിൻ കൊണ്ട് കളർ കൊടുത്ത ഐറിസ്. ഈ ഐറിസിൽ 2 തരം പേശികൾ കാണുന്നുണ്ട്. ഐറിസിൽ എത്ര തരം പേശികളുണ്ട്? 2 തരം പേശികളുണ്ട്. വലയ പേശികൾ, റേഡിയൽ പേശികൾ എന്നാണ് പേര്. 2 പേശികളുടെ പേര്, ഒരാളുടെ പേരാണ് വലയ പേശികൾ, മറ്റേ ആളുടെ പേരാണ് റേഡിയൽ പേശികൾ. ഓർക്കണം, വലയ പേശികളും റേഡിയൽ പേശികളും. ഈ 2 പേശികളാണ് ശരിക്ക് നമ്മുടെ ഈ പ്യൂപ്പിളിന്റെ സൈസ് കൂടുന്നതും കുറയുന്നതും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്.
ഫസ്റ്റ് പഠിക്കേണ്ടത് പ്യൂപ്പിളില് ഉണ്ടാവുന്ന മാറ്റം എന്ത്, ദെൻ ഈ മാറ്റത്തിന് കാരണം എന്ത് എന്നാണ് നമ്മൾ പറയുന്നത്. മാറ്റത്തിന് കാരണം 2 പ്രധാനപ്പെട്ട പേശികളാണ്, വലയ പേശികളും റേഡിയൽ പേശികളും. ഇനി ആരൊക്കെ എപ്പോഴൊക്കെ പണിയെടുക്കുന്നു എന്ന് നോക്കാം. പ്യൂപ്പിളിന്റെ വലിപ്പം ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുമ്പോൾ പ്യൂപ്പിൾ വികസിക്കുന്നു. പ്രകാശം കുറവാണെന്ന് വിചാരിക്കുക, റേഡിയൽ പേശികൾ സങ്കോചിക്കും, പ്യൂപ്പിള് വികസിക്കും. ഓക്കെ, അപ്പോ മങ്ങിയ പ്രകാശത്തിൽ നടക്കുന്ന 2 പ്രവർത്തനങ്ങൾ എന്തൊക്കെയാ? ഒരു കാര്യം നമുക്ക് ഓൾറെഡി അറിയാം, പ്യൂപ്പിള് വികസിക്കുന്നുണ്ട് എന്നറിയാം. വികസിക്കാൻ കാരണം അവിടെ നമ്മുടെ റേഡിയൽ പേശികൾ സങ്കോചിച്ചത് കൊണ്ടാണ്. ദെൻ അങ്ങനെയാണെങ്കിൽ തീവ്രപ്രകാശത്തിൽ എന്തുകൊണ്ടാണ് നമ്മുടെ പ്യൂപ്പിൾ ചുരുങ്ങുന്നത്? അതിന്റെ കാരണമാണ് നമ്മുടെ വലയ പേശികൾ. നോക്കൂ, തീവ്രപ്രകാശത്തിൽ വലയ പേശികൾ സങ്കോചിക്കുമ്പോൾ പ്യൂപ്പിൾ ചുരുങ്ങുന്നു. അപ്പൊ തീവ്രപ്രകാശത്തില് വലയ പേശികൾ സങ്കോചിക്കുകയും പ്യൂപ്പിള് ചുരുങ്ങുകയും ചെയ്യുന്നു. 2 കേസിലും പ്യൂപ്പിളിനാണ് മാറ്റം ഉണ്ടായത്. 2 പേശികളാണ് അതിന് കാരണക്കാരായത്. പ്രകാശത്തിന്റെ തീവ്രത അനുസരിച്ചിട്ടാണ് ഈ മാറ്റങ്ങൾ നടക്കുന്നത്. ആ ഒരു ഓർഡറിൽ പഠിച്ചാൽ മതി. ആർക്ക് മാറ്റം ഉണ്ടാവുന്നു, എന്തുകൊണ്ട് മാറ്റം ഉണ്ടാവുന്നു, ആരുടെ കാരണം കൊണ്ട് മാറ്റം ഉണ്ടാവുന്നു. ഓക്കെ, ഈ 3 കാര്യങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നുള്ള ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണോ? അപ്പൊ അങ്ങനെ നമുക്ക് ഈ പേശികളുടെ സഹായത്തോടു കൂടി പ്രകാശ തീവ്രതയ്ക്ക് അനുസരിച്ച് ലെൻസിലേക്കുള്ള പ്രകാശത്തിന്റെ അളവ് നമുക്ക് അങ്ങനെ നിയന്ത്രിച്ചിട്ട് പ്രോപ്പറായിട്ട് പ്രതിബിംബം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. എവിടെയാ പ്രതിബിംബം ഉണ്ടാക്കാന്ന് ഓർത്തു നോക്കി. നേരത്തെ പറഞ്ഞ് മറന്നുപോയോ? ശരിയായിട്ട് പ്രതിബിംബം ഉണ്ടാവുന്നത് റെറ്റിനയിൽ, അല്ലെങ്കിൽ റെറ്റിനയിലെ കേസിൽ പീഠബിന്ദുവിലാണ് എന്നുള്ളത് പഠിക്കാം. ഇത്രയും കിട്ടിയോ? ജസ്റ്റ് ഈ പറഞ്ഞ സാധനങ്ങൾ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ പറഞ്ഞ സാധനങ്ങൾ ഒന്ന് മനസ്സിലുണ്ടോ നോക്കോ. എന്നിട്ട് നമുക്ക് ഇപ്പൊ തന്നെ അടുത്ത പോർഷനിലോട്ട് പോകണം. ക്ലിയർ അല്ലേ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ, കണ്ണിലെ ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അടുത്തത് കണ്ണിലെ ദ്രവങ്ങൾ. കണ്ണില് കുറച്ച് ദ്രവം, ലിക്വിഡ് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും കണ്ണുനീരാണെന്ന് വിചാരിക്കും അല്ലെ. കണ്ണിന്ന് വരുന്ന ഒരു ദ്രവമാണ് കണ്ണുനീരെന്ന് പറയുന്നത്. ലാക്രിമൽ ഗ്രന്ഥികളാണ് കണ്ണുനീരുണ്ടാക്കുക. ലാക്രിമൽ. ഓക്കെ, കണ്ണിന്ന് വരുന്ന, സാധാരണ കണ്ണിന്ന് പുറത്തേക്ക് വരുന്ന ദ്രവമാണ് നമ്മുടെ കണ്ണുനീര്. കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കുന്നത് ആരാ? ലാക്രിമൽ ഗ്രന്ഥി എന്ന് പറയുന്ന ഗ്രന്ഥിയാണ്, നമ്മുടെ കണ്ണിലുള്ള ഗ്രന്ഥിയാ. പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ണിന് പുറത്തു വരുന്ന കണ്ണുനീരിനെ കുറിച്ചല്ല. കണ്ണിന്റെ ഉള്ളില് കുറച്ച് പ്രൊട്ടക്ഷന് വേണ്ടി 2 ദ്രവങ്ങളാണ് പ്രധാനമായിട്ട് കാണുന്നത്. ഓക്കെ, കണ്ണിന്റെ അകത്ത് നമ്മളെ കണ്ണിനെ സംരക്ഷിക്കാനായി 2 ദ്രവങ്ങളുണ്ട്. ഒന്നാമത്തെ ദ്രവത്തിന്റെ പേരാണ് അക്വസ് ദ്രവം. അക്വസ് ദ്രവം. രണ്ടാമത്തെ ദ്രവത്തിന്റെ പേരാണ് വിട്രിയസ് ദ്രവം. ഓക്കെ, ഇങ്ങനെ 2 ദ്രവങ്ങളാണ് നമ്മുടെ കണ്ണിന്റെ അകത്ത് കാണുന്നത്. 2ഉം നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, 2നും പ്രത്യേകമായ ഒരു ഘടനയും അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള ധർമ്മവും നിർവഹിക്കാനുണ്ട്. അപ്പൊ നോക്കാം നമുക്ക് ഇതിൽ ആരുടെയൊക്കെ പണി എന്തൊക്കെയാണ് എന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് വൺ ഈസ് അക്വസ് ദ്രവം. ഓക്കെ, അക്വസ് ദ്രവത്തിനെ കുറിച്ച് നോക്കാം. അക്വസ് ദ്രവം എന്ന് പറയുന്നത്, നോക്കൂ, എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ഫില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു സ്പേസ് വേണ്ടേ അല്ലെ. നമുക്ക് ഇപ്പൊ വെള്ളം നിറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒന്നിക്ക് ഒരു കുപ്പി വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഞ്ചിയോ കവറോ എന്തെങ്കിലും ആവശ്യമുണ്ട്. അതിന്റെ അകത്തേ നമുക്ക് നിറച്ചു വെക്കാൻ പറ്റുള്ളൂ ദ്രവത്തിന്. അപ്പം ഈ അക്വസ് ദ്രവം നിറച്ചു വെക്കാൻ, അല്ലെങ്കിൽ അക്വസ് ദ്രവം കാണുന്നത് ഒരു അറയുടെ അകത്താണ്. നമ്മുടെ കണ്ണിന്റെ അകത്തെ ഒരു അറയുടെ അകത്താണ് ഈ ദ്രവം കാണുക. പേര് കാണാതെ പഠിക്കേണ്ട. അക്വസ് ദ്രവം കാണുന്ന അറയുടെ പേര് അക്വസ് അറ എന്നാണ്. ഓക്കെ, അക്വസ് അറയിലാണ് കാണുക. അത് എളുപ്പമായതുകൊണ്ട് തന്നെ ചിലപ്പോൾ എക്സാമിന് നമ്മളോട് ചോദിക്കൂല. ഇനി അക്വസ് അറ എവിടെയാണെന്നറിയോ? നമുക്ക് അക്വസ് ഒരു അറ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു റൂം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചുമരൊക്കെ കെട്ടി അതിന്റെ ഇടയിലല്ലേ റൂം ഉണ്ടാവുക. അപ്പൊ അക്വസ് അറ കാണുന്നത് നമ്മുടെ കോർണിയയുടെയും ലെൻസിന്റെയും ഇടയിലാണ്. കോർണിയ എന്താന്ന് നമുക്കറിയാം, ലെൻസ് എന്താന്ന് നമുക്കറിയാം, ഇതൊക്കെ എവിടെയാ കാണുന്നത് നമുക്കറിയാം. ഈ 2 ഇടയിൽ ഒരു ചെറിയ ഒരു സ്പേസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ അക്വസ് അറ എന്ന് പറയാ. ഈ അറയിലാണ് നമ്മുടെ അക്വസ് ദ്രവം നിറഞ്ഞു നിൽക്കുന്നത്. ക്ലിയർ ആണോ? ഇനി ഒന്നും കൂടി നിങ്ങൾ
നമ്മുടെ ഫസ്റ്റ് പിക്ചറിൽ ഒരു കണ്ണിന്റെ പിക്ചർ കുറേ എഴുതിയ പിക്ചർ, ആ പിക്ചറിലോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ ലെൻസിന്റെയും കോർണിയന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു ചെറിയൊരു സ്പേസ് കാണാൻ പറ്റും. ഓക്കെ, അതിനെയാണ് നമ്മുടെ അക്വസ് അറ എന്ന് വിളിക്കുക. അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്നത് എന്താ? അക്വസ് ദ്രവം എന്ന് പറയും. ഇനി ഈ അക്വസ് ദ്രവത്തിന് എവിടുന്നാ ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അക്വസ് ദ്രവം എന്ന് പറയുന്നത് രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്ന ഒരു ദ്രവമാണ്. ഓക്കെ, നമ്മുടെ ബ്ലഡിൽ നിന്നാണ് അക്വസ് ദ്രവം ഉണ്ടാവുന്നത്. ഇനി എന്ത് ചെയ്യും? അത് തിരിച്ച് രക്തത്തിലോട്ട് തന്നെ പുനരാകിരണം ചെയ്യുന്നുണ്ട്. രക്തത്തിൽ നിന്നുണ്ടായി രക്തത്തിലോട്ട് തന്നെ പുനരാകിരണം ചെയ്യുന്നതാണ് അക്വസ് ദ്രവം. പഠിക്കണം, വിട്രിയസ് ദ്രവത്തിന് മാറ്റമുണ്ട്. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷകവും നൽകുക എന്നതാണ് അക്വസ് ദ്രവത്തിന്റെ ഫങ്ഷൻ. നമ്മുടെ കണ്ണിലുള്ള കലകൾക്ക് ഓക്സിജൻ നടക്കണം, പോഷകങ്ങൾ കിട്ടണം, എന്നാലേ നമുക്ക് കണ്ണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കാഴ്ച സാധ്യമാവുകയുള്ളൂ അല്ലെ. അപ്പൊ നമ്മുടെ കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷകവും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അക്വസ് ദ്രവം ഉള്ളത്. അപ്പൊ 3 പോയിന്റ് പഠിച്ചു വെക്കുക. അക്വസ് അറ കാണുന്നത് കോർണിയയുടെയും ലെൻസിന്റെയും ഇടയിലാണ്. അപ്പൊ അക്വസ് ദ്രവത്തിന്റെ കാര്യത്തിൽ പറയുന്ന സമയത്ത് ഇങ്ങനെ ഓർത്താൽ മതി, കോർണിയയുടെയും ലെൻസിന്റെയും ഇടയിലാണ് അക്വസ് ദ്രവം. നോക്കൂ, കോൾ നോർക്ക, CAL, കോർണിയയുടെയും ലെൻസിന്റെ ഇടയ്ക്ക് അക്വസ് അറ കാണും, അതിൻ്റെ അകത്ത് അക്വസ് ദ്രവമുണ്ട്. ഇനി എവിടുന്ന അക്വസ് ദ്രവം ഉണ്ടാവുക? രക്തത്തിൽ നിന്നുണ്ടാവും, രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യും. എന്താ പണി എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷകവും ഒക്കെ എത്തിച്ചു കൊടുക്കുക, കണ്ണിനെ ആരോഗ്യമായിട്ട് നിലനിർത്തുക. അങ്ങനെയാണെങ്കിൽ അക്വസ് ദ്രവം അല്ലാതെ രണ്ടാമത് നമ്മൾ പറഞ്ഞതാണ് വിട്രിയസ് ദ്രവം അല്ലെ. അപ്പൊ വിട്രിയസ് ദ്രവം കാണുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ വിട്രിയസ് അറയിലാണ്. ഓക്കെ, വിട്രിയസ് ദ്രവം കാണുന്നത് എവിടെയാ? വിട്രിയസ് അറയിലാണ്. അപ്പൊ വിട്രിയസ് അറ കാണുന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ ലെൻസിന്റെയും റെറ്റിനയുടെയും ഇടയിലാണ്. പിക്ചറിലേക്കൊന്ന് പോയി നോക്കിയേ. ലെൻസിന്റെയും റെറ്റിനയുടെ ഇടയ്ക്ക് കുറച്ച് വലിയൊരു സ്പേസ് കാണാൻ പറ്റും. അപ്പൊ കണ്ണിലെ വലിയ അറ എന്ന് ചോദ്യം വന്നാലും ആൻസർ വിട്രിയസ് അറ എന്നായിരിക്കും. ഓക്കെ, കണ്ണിലെ വലിയ അറ എന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാലും വിട്രിയസ് അറയാണ് കേട്ടോ. കണ്ണിലെ വലിയ അറ, കണ്ണിലെ വലിയ അറയാണ് വിട്രിയസ് അറ. ഈ വിട്രിയസ് അറ കാണുന്നത് ലെൻസിന്റെയും റെറ്റിനയുടെയും ഇടയിലാണ്. ഇതിന്റെ അകത്താണ് നമ്മുടെ വിട്രിയസ് ദ്രവം നിറഞ്ഞിരിക്കുന്നത്. ഈ വിട്രിയസ് ദ്രവത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ജെല്ലി പോലെയാണ്. ഓക്കെ, ജെല്ലി പോലെ എന്ന് പറഞ്ഞാൽ ഒഴുകുന്നതും അല്ല, എന്ന ഖരാവസ്ഥയല്ല, ഒരു ജെല്ലി പോലെ ഇങ്ങനെ കാണുന്ന ആളാണ് വിട്രിയസ് ദ്രവം. നമ്മുടെ അക്വസ് ദ്രവം എങ്ങനെയായിരുന്നു? രക്തത്തിൽ നിന്ന് വരുന്ന അല്ലെ, വെള്ളം പോലെയായിരുന്നു നമ്മുടെ അക്വസ് ദ്രവം. പക്ഷെ കുറച്ച് ജെല്ലി പോലെയുള്ള ഒരു ഘടനയാണ് നമ്മുടെ വിട്രിയസ് ദ്രവത്തിന് കാണുന്നത്. സോ ജെല്ലി പോലെ കാണുന്ന ഈ വിട്രിയസ് ദ്രവം കണ്ണിന്റെ ആകൃതി നിലനിർത്താനാണ് സഹായിക്കുക. നമ്മുടെ കണ്ണൊരു ഉരുണ്ട ഷേപ്പാ അല്ലെ, നമ്മളെ കണ്ണൊരു ബോൾ പോലെ ആയിരിക്കുന്നേ. അപ്പൊ ആ ഒരു ഷേപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ വിട്രിയസ് ദ്രവം സഹായിക്കുന്നത്. ക്ലിയർ ആണോ? 2 ദ്രവം അല്ലെങ്കിൽ 2 അറകൾ എവിടെ കാണുന്നു, എവിടെ നിന്ന് ഉണ്ടാവുന്നു, എന്താ പണി എന്നുള്ളത് അറിയണം. അപ്പൊ കണ്ണിലെ വലിയ അറയാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ വിട്രിയസ് അറ, ചെറിയ അറയാണ് നമ്മുടെ അക്വസ് അറ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? 2 അറകൾ ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കുക. അതിന്റെ പൊസിഷൻ മാറരുത്. ചിലപ്പം പ്രസ്താവനയിലൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കും, ഇന്നതിന്റെ ഇടയിൽ ഇന്ന അറ എന്നൊക്കെ പറയാം. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഏത് ലൊക്കേഷൻ ആണെന്നുള്ളത് അറിഞ്ഞു വെക്കാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു റെറ്റിനയില് പ്രകാശഗ്രാഹി കോശങ്ങൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ പ്രകാശഗ്രാഹി കോശങ്ങൾ പ്രധാനമായിട്ട് 2 തരത്തിലാണുള്ളത്. ഓക്കെ, പ്രകാശഗ്രാഹി കോശങ്ങൾ 2 തരത്തിലുണ്ട്. റോഡ് കോശം, കോൺ കോശം എന്നാണ് പേര്. ഓക്കെ, റോഡ് കോശവും കോൺ കോശവും പേര് വരാൻ കാരണം അതിന്റെ ഷേപ്പ് തന്നെയാണ്. റോഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ദണ്ട് എന്ന് പറയില്ല, ഇങ്ങനത്തെ ഒരു ഷേപ്പ്. അപ്പൊ നോക്കിയേ, ഈ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ റോഡ് കോശം. റോഡ് കോശം ഇങ്ങനെ ഒരു റോഡ് ഷേപ്പ്, ഒരു ദണ്ടിന്റെ ആകൃതിയിലായിരിക്കും ഉണ്ടാവുക. കോൺ കോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കോൺ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ആണ് പ്രധാനപ്പെട്ട പ്രകാശഗ്രാഹി കോശങ്ങൾ. ഇനി പ്രകാശഗ്രാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശത്തിനെ സ്വീകരിക്കുന്ന ആൾക്കാര് എന്നാണ് അർത്ഥം. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, ഈ 2 കോശങ്ങളിൽ ആരായിരിക്കും കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് റോഡ് കോശങ്ങളായിരിക്കും.
ഓക്കെ, എണ്ണത്തിൽ കൂടുതൽ ആരാണ്? റോഡ് കോശങ്ങളാണ്. ഓക്കെ, റോഡ് കോശങ്ങള് കോൺ കോശങ്ങളെക്കാൾ കൂടുതൽ നമ്മുടെ കണ്ണില് കാണുന്ന കോശങ്ങളാണ്. ഇനി ഓരോ ആൾക്കാരെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. സ്ഥിരം ചോദിക്കുന്ന 2-3 കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. റോഡ് കോശങ്ങളിൽ കാണുന്ന വർണ്ണവസ്തു ഏത് എന്ന് ചോദിക്കും. റോഡോപ്സിൻ. മാറിപ്പോവാൻ ഒരു ചാൻസും ഇല്ല, ഒരേപോലത്തെ പേരാണ്. റോഡ് കോശങ്ങളിലെ വർണ്ണവസ്തുവിന്റെ പേരാണ് റോഡോപ്സിൻ. നമുക്ക് കാഴ്ച സാധ്യമാവണമെന്നുണ്ടെങ്കിൽ റോഡോപ്സിൻ ഉണ്ടാവണം. ഓക്കെ, റോഡ് കോശങ്ങളിലെ വർണ്ണവസ്തു റോഡോപ്സിൻ. ഈ റോഡോപ്സിൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടാറുണ്ട്. ചിലപ്പോൾ അങ്ങനെ ചോദിക്കും, വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏത് എന്ന് ചോദിച്ചാലും റോഡോപ്സിൻ എന്ന് പഠിക്കാം. ഓക്കെ, ഇതൊക്കെ നമ്മുടെ 9th 10th ബേസിലുള്ള ടെക്സ്റ്റിലുള്ള കണ്ടന്റുകളാണ്. റോഡ് കോശങ്ങളിലെ വർണ്ണവസ്തു റോഡോപ്സിൻ അല്ലെങ്കിൽ വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്നു. അതുപോലെ കോൺ കോശങ്ങളിൽ കാണുന്ന വർണ്ണവസ്തുവിന്റെ പേരാണ് അയഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ. രണ്ടും ഒരേ ആളാണ്, 2 പേരിൽ അറിയപ്പെടുന്നു എന്നേ ഉള്ളൂ. കോൺ കോശങ്ങളിലെ വർണ്ണവസ്തുവാണ് അയഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ. വിഷ്വൽ വയലറ്റ് എന്നുള്ള പേരിലും അറിയപ്പെടാറുണ്ട്. സോ വിഷ്വൽ പർപ്പിൾ റോഡോപ്സിൻ, വിഷ്വൽ വയലറ്റ് അയഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ. റോഡോപ്സിൻ കാണുന്നത് റോഡ് കോശങ്ങളിൽ, അയഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ കാണുന്നത് കോൺ കോശങ്ങളിൽ. കിട്ടിയോ? ഇനി ഈ റോഡ് കോശവും കോൺ കോശവും തമ്മിൽ വ്യത്യാസം എന്താ, അല്ലെങ്കിൽ ഇവര് എപ്പോഴൊക്കെയാ കാണുക എന്നുള്ളതൊക്കെ നമുക്കറിയണം അല്ലെ. അതിന്റെ മുന്നേ ഒരു കാര്യം പറയട്ടെ. നമ്മൾ മൂങ്ങയില്ലേ, മൂങ്ങയൊക്കെ രാത്രി കണ്ണു കാണുന്ന ആൾക്കാരാണ് അല്ലെ. കാരണം മൂങ്ങയ്ക്ക് പകൽ വെളിച്ചത്തില് കാഴ്ച കുറയാൻ കാരണം കോൺ കോശങ്ങളുടെ അപര്യാപ്തതയാണ്. മൂങ്ങയില് കോൺ കോശങ്ങളില്ല, റോഡ് കോശങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് മൂങ്ങയ്ക്ക് പകൽ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകുന്നില്ല. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട സാധനം എന്താ? ഇത് കാണാതെ പഠിക്കാനുള്ള ഒരു സാധനമല്ല. കോൺ കോശങ്ങളാണ് നമുക്ക് പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ കാഴ്ച തരുന്നത്. ഓക്കെ, 2 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. കോൺ കോശങ്ങൾ എപ്പോ നമുക്ക് കാഴ്ച തരുന്നു, റോഡ് കോശങ്ങൾ ഏത് സമയത്താണ് കാഴ്ച സാധ്യമാക്കുന്നത്. അപ്പൊ കോൺ കോശങ്ങൾ എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് അല്ലെങ്കിൽ നല്ല വെളിച്ചത്തില് നിറങ്ങളൊക്കെ മനസ്സിലാവാൻ സഹായിക്കുന്നത് കോൺ കോശങ്ങളും, ഇനി മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് റോഡ് കോശങ്ങളുമാണ്. ഓക്കെ, നോക്കാം. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്നു അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ തരുന്നത് ആര് എന്ന് ചോദിച്ചാൽ റോഡ് കോശങ്ങൾ എന്ന് പറയാം. ഓക്കെ, റോഡ് കോശങ്ങളാണ്. ഇനി നിറങ്ങൾ തിരിച്ചറിയുവാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്നത് കോൺ കോശങ്ങളാണ്. അപ്പൊ നമുക്ക് ഈ 2 കോശങ്ങളും ഉള്ളത് കൊണ്ടാണ് 2 കാഴ്ചകളും സാധ്യമാവുന്നത്. മങ്ങിയ വെളിച്ചത്തിലും നമുക്ക് കാഴ്ച സാധ്യമാവുന്നുണ്ട്, ലൈറ്റില് പകലും നമുക്ക് കാഴ്ച സാധ്യമാവുന്നുണ്ട്. ക്ലിയർ ആണോ? മങ്ങിയ പ്രകാശത്തിലും രാവിലെ ഉള്ള തീവ്രപ്രകാശത്തിലും കാഴ്ച സാധ്യമാവുന്നതും പല കളറുകളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതും ഒക്കെ ഈ 2 കോശങ്ങളും നമ്മുടെ കണ്ണിന്റെ അകത്ത് ഉള്ളത് കൊണ്ടാണ്. പക്ഷെ മൂങ്ങയ്ക്ക് കോൺ കോശങ്ങളില്ല. അതുകൊണ്ട് മൂങ്ങയ്ക്ക് തീവ്രപ്രകാശത്തിൽ അല്ലെങ്കിൽ സൂര്യപ്രകാശം രാവിലെ ഉള്ള സമയത്ത് കണ്ണ് കാണാൻ പറ്റില്ല. റോഡ് കോശങ്ങൾ ഉള്ളതുകൊണ്ട് രാത്രി സമയങ്ങളിൽ കണ്ണ് കാണാൻ പറ്റുകയും ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ തരുന്നതും റോഡ് കോശങ്ങൾ. തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നതും കളർഫുൾ വിഷൻ അല്ലെങ്കിൽ നിറങ്ങൾ തിരിച്ചറിയാം, ആ പേരും കൂടെ വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. കളർഫുൾ വിഷൻ തരുന്നതും കോൺ കോശങ്ങളാണ്. കളർഫുൾ വിഷൻ എന്നാണ് നമ്മൾ പറയുന്നതിന്, കോൺ കോശങ്ങളാണ്. അപ്പൊ 2 തരം പ്രകാശഗ്രാഹി കോശങ്ങള്, ഈ 2 തരത്തിലും കാണുന്ന വർണ്ണവസ്തുക്കള്, അവരുടെ പ്രധാനപ്പെട്ട ഉപയോഗം അല്ലെങ്കിൽ ഏത് സമയത്ത് ആരൊക്കെ കാഴ്ച തരുന്നു എന്നുള്ളത് പഠിച്ചു വെക്കാം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് അല്ലെങ്കിൽ ഇപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടോ പ്രസ്താവനയായിട്ട് അതുപോലെ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇടാൻ പറ്റുന്ന, ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള മാച്ച് ദ ഫോളോയിങ് പോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണ്ണില് നമ്മൾ പറഞ്ഞു എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ പ്രകാശഗ്രാഹി കോശങ്ങളിൽ റോഡ് കോശങ്ങൾ കൂടുതലാണെന്ന് പറഞ്ഞു അല്ലെ. ഇത് നോക്കിയേ, നമുക്ക് നിറങ്ങൾ തിരിച്ചറിയണമെങ്കിൽ കുറേ കളറുകളില്ലേ. അതില് പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാ? ചുവപ്പ്, പച്ച, നീല.
ചുവപ്പ്, പച്ച, നീല തുടങ്ങിയതാണ് നമ്മുടെ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രാഥമിക വർണ്ണങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് 3 തരം കോൺകോശങ്ങൾ, 3 എണ്ണം എന്നല്ല, 3 തരം കോൺകോശങ്ങൾ നമ്മുടെയൊക്കെ കണ്ണിലുണ്ടാവും. ചുവപ്പിനെ തിരിച്ചറിയാൻ, പച്ച തിരിച്ചറിയാൻ, നീല തിരിച്ചറിയാനൊക്കെ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്രാഥമിക വർണ്ണങ്ങള് ചുവപ്പ്, പച്ച, നീല, ഇതിന്റെയൊക്കെ മിക്സിലാണ് നമ്മൾ ബാക്കിയുള്ള വർണ്ണങ്ങളെയൊക്കെ അറിയാം അല്ലെ. ഇനി നോക്കൂ, പ്രകാശത്തിലെ ചുവപ്പ്, പച്ച, നീല എന്നീ വർണ്ണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന 3 തരം കോൺകോശങ്ങൾ നമ്മുടെ കണ്ണിലുണ്ട്. ഓപ്സിൻ എന്ന തന്മാത്രയിലെ അമിനോ ആസിഡുകൾ വ്യത്യസ്തമായതാണ് ഈ വൈവിധ്യത്തിന് കാരണം. കോൺകോശങ്ങളുടെ പ്രവർത്തനമാണ് നമുക്ക് വർണ്ണ കാഴ്ച സാധ്യമാക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു കളർഫുൾ വിഷൻ, വർണ്ണ കാഴ്ച സാധ്യമാക്കുന്നത് കോൺകോശങ്ങളാണ്. ഈ കോൺകോശങ്ങൾക്ക് പ്രാഥമിക വർണ്ണങ്ങളായ ചുവപ്പ്, പച്ച, നീല തുടങ്ങിയ കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള 3 തരത്തിലുള്ള കോൺകോശങ്ങൾ നമ്മുടെയൊക്കെ കണ്ണിന്റെ അകത്ത് കാണുന്നുണ്ട് അല്ലെ. ഇനി കോൺകോശങ്ങളിലും അതുപോലെ റോഡ് കോശങ്ങളിലും കോമൺ ആയിട്ട് ആരുണ്ട്? വർണ്ണവസ്തു ഇല്ലേ, നമ്മൾ പിഗ്മെന്റ്സ് എന്ന് പറയും. പിഗ്മെന്റ്സ്, വർണ്ണവസ്തു. ഈ പിഗ്മെന്റ്സ് നമ്മുടെ റോഡോപ്സിൻ ആണെങ്കിലും അയഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ ആണെങ്കിലും ഈ പിഗ്മെന്റ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് 2 സബ്സ്റ്റൻസ് കൂട്ടിച്ചേർത്തിട്ടാണ്. ഓക്കെ, 10th വരുന്നത് തന്നെയാണ്. നമ്മുടെ കണ്ണിലെ വർണ്ണവസ്തുക്കളായ റോഡോപ്സിനും അയഡോപ്സിനും നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട 2 ആളുകളെ ചേർത്തിട്ടാണ്. അതില് ആദ്യത്തെ ആളുടെ പേരാണ് ഓപ്സിൻ. ഓപ്സിൻ. രണ്ടാമത്തെ ആളുടെ പേരാണ് റെറ്റിനാൾ എന്ന് പറയുന്നത്. ഓപ്സിനും റെറ്റിനാളും. കിട്ടിയോ? കണ്ണിലെ പ്രകാശഗ്രാഹി കോശങ്ങളിലെ വർണ്ണവസ്തുക്കൾ നിർമ്മിച്ചിരിക്കുന്നത് 2 ഘടകങ്ങൾ ചേർന്നാണ്. ഓപ്സിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനും റെറ്റിനാൾ എന്ന് പറയുന്ന വൈറ്റമിൻ എയുടെ ഒരു ഡെറിവേറ്റീവിന്റെയും സഹായത്തോടു കൂടിയാണ്. കിട്ടിയോ? ഓപ്സിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ആണ്. ഈ ഓപ്സിൻ പ്രോട്ടീൻ, നമുക്കറിയാം പ്രോട്ടീനുകൾ അമിനോ ആസിഡുകൾ ചേർത്തിട്ടുണ്ടാക്കിയതാണ് അല്ലെ. പ്രോട്ടീനുകൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഓരോ പ്രോട്ടീനും പലതരം അമിനോ ആസിഡുകൾ ചേർത്താണ് ഉണ്ടാക്കിയത്. ആ അമിനോ ആസിഡിന്റെ കോമ്പിനേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് ഈ പ്രോട്ടീനിന്റെ ഫങ്ഷൻ, ധർമ്മം മാറും. അപ്പം 3 തരം കോൺകോശങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ 3 തരം കോൺകോശങ്ങളില് നമ്മുടെ ഓപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീനിലെ അമിനോ ആസിഡിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾക്കനുസരിച്ചിട്ടാണ് നമുക്ക് പലതരത്തിലുള്ള കാഴ്ചകൾ അല്ലെങ്കിൽ പല നിറത്തിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പൊ ഓപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീനും റെറ്റിനാൽ എന്ന് പറയുന്നത് എന്താണ്? വൈറ്റമിൻ എയുടെ ഒരു വകഭേദമാണ് കേട്ടോ. വൈറ്റമിൻ എ കേട്ടിട്ടുണ്ടോ? ജീവകങ്ങൾ പഠിച്ചില്ലേ? ABCDEK എന്നൊക്കെ പറഞ്ഞിട്ട് ജീവകങ്ങൾ പഠിച്ചു. ജീവകങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ടത് വൈറ്റമിൻ എ ആണ് എന്ന് പഠിച്ചിട്ടില്ലേ? അപ്പൊ ഓർത്തു നോക്കിയേ, എന്തിനാ കണ്ണിന്റെ ആരോഗ്യത്തിന് വൈറ്റമിൻ എ എന്ന് പറയുന്നത്? വൈറ്റമിൻ എ ഉണ്ടെങ്കിലേ റെറ്റിനാൽ ഉണ്ടാവുള്ളൂ. റെറ്റിനാൽ ഉണ്ടെങ്കിലേ നമ്മുടെ കണ്ണിലെ വർണ്ണവസ്തുക്കളായിട്ടുള്ള റോഡോപ്സിനും അയഡോപ്സിനും ഉണ്ടാവുള്ളൂ. ഇവരൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് കാഴ്ച കിട്ടുള്ളൂ. അപ്പോ വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണം കാഴ്ച സാധ്യമാകാൻ കിട്ടണമെന്ന് പറയുന്നതിന്റെ പിന്നിലെ ബയോളജി എന്താണ് എന്ന് മനസ്സിലായോ? ബയോളജി ഇത്രയേ ഉള്ളൂ. വൈറ്റമിൻ എ ആണ് റെറ്റിനാലിനെ ഉണ്ടാക്കണമെങ്കിൽ സഹായിക്കുന്നത്. വൈറ്റമിൻ എന്റെ ഒരു തരം വകഭേദമാണ്. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കണ്ണിലുള്ള റോഡ് കോശത്തിലും കോൺകോശത്തിലും ഒക്കെ ഉള്ള വർണ്ണവസ്തുക്കള് ശരിയായ രീതിയിൽ ഉണ്ടാക്കാനും അതുവഴി നമുക്ക് കാഴ്ച സാധ്യമാക്കാനും പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് വൈറ്റമിൻ എ കിട്ടാൻ വേണ്ടിയിട്ട് ധാരാളം ഇലക്കറികളും പച്ചക്കറികളും ഒക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വൈറ്റമിൻ എന്റെ ഡെഫിഷ്യൻസി, അപര്യാപ്തത മൂലം കണ്ണിനെ ബാധിക്കുന്ന 2 അസുഖങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിശാന്തത, സിറോഫ്താൽമിയ അല്ലെ. നിശാന്തത, സിറോഫ്താൽമിയ ഇതും കണ്ണിനെ ബാധിക്കുന്നതാ. വൈറ്റമിൻ എന്റെ കുറവ് മൂലം കണ്ണിനെ ബാധിക്കുന്നതാണ് ഈ 2 അസുഖങ്ങൾ. അപ്പൊ കണക്ഷൻ എന്താണെന്ന് മനസ്സിലായോ? വൈറ്റമിൻ എ എങ്ങനെയാണ് കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലായോ? ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ നമ്മൾ കണ്ട ഈ പ്രകാശത്തിലൂടെ കണ്ട ആ ഒരു കാഴ്ച നമ്മുടെ ബ്രെയിനിലോട്ട് പോവാ?
നമ്മൾ പറഞ്ഞില്ലേ ആവേഗങ്ങളായിട്ടാ പോവാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആവേഗം അല്ലെങ്കിൽ സ്റ്റിമുലസുകളായിട്ടാണ് പോകുന്നത്. അപ്പൊ നോക്കൂ, റൊഡോപ്സിനാണെങ്കിലും ഫോട്ടോപ്സിനാണെന്നുണ്ടെങ്കിലും രണ്ടിലും രണ്ട് വർണ്ണ വസ്തുക്കളും ഓപ്സിനും അതുപോലെ തന്നെ നമ്മുടെ റെറ്റിനാൽ എന്ന് പറയുന്ന സാധനം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ട് പേര് മാറി, ഫങ്ഷൻ മാറി എന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ സംഭവിക്കുന്ന എന്താണെന്നറിയോ? നമ്മുടെ റോഡ് കോശങ്ങളിലും കോൺ കോശങ്ങളിലുമുള്ള ഈ വർണ്ണ വസ്തുക്കൾ ഇങ്ങനെ നിൽക്കാം. ഓക്കെ, അവര് രണ്ടുപേരും നിൽക്കുന്നുണ്ട്. അവർ നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കുകയാണ്. നമ്മുടെ കണ്ണ് അല്ലെങ്കിൽ നമ്മുടെ പ്രകാശരശ്മികൾ നമ്മുടെ കോർണിയയിലൂടെ ഉള്ളിലെത്തി ലെൻസിന്റെ ഉള്ളിലൂടെയൊക്കെ പോയിട്ട് എന്ത് സംഭവിക്കാന്നറിയോ? നമ്മുടെ ഉള്ളിലേക്ക് എത്തുമ്പോൾ, പ്രകാശഗ്രാഹിന്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് ആ പ്രകാശം കിട്ടിക്കഴിഞ്ഞാല് ഈ രണ്ട് വർണ്ണ വസ്തുക്കൾ വിഘടിക്കും. റൊഡോപ്സിനും ഫോട്ടോപ്സിനും എന്ത് ചെയ്യും? പ്രകാശം എത്തിക്കഴിഞ്ഞാൽ, അവരുടെ അടുത്തേക്ക് പ്രകാശം എത്തിക്കഴിഞ്ഞാല് വിഘടിച്ചിട്ട് ഓപ്സിനും അതുപോലെ തന്നെ റെറ്റിനാലുമായിട്ട് രണ്ടെണ്ണമായിട്ട് നോക്കും. ഇത്രയും നേരം ഒരുമിച്ച് നിന്നിരുന്ന ആൾക്കാർ നോക്കും, ഇത്രയും നേരം ഈ റോഡോപ്സിനും ഫോട്ടോപ്സിനും ഒക്കെ ഇതാണ് റൊഡോപ്സിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നിന്ന്, അല്ലെങ്കിൽ ഐഡോപ്സിനും ഫോട്ടോപ്സിനും ഒക്കെ ഇതുപോലെ നിൽക്കുകയായിരുന്നു. പ്രകാശം അങ്ങോട്ട് വന്നപ്പം രണ്ടും രണ്ടായിട്ട് മാറി. ഒരാള് ഓപ്സിനും ഒരാള് റെറ്റിനാലുമായിട്ട് രണ്ടായിട്ട് മാറി. അപ്പൊ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ, നമ്മൾ ഇങ്ങനെ കെമിസ്ട്രിയിലല്ലേ എഴുതുക, ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗീവ്സ് H2O, അല്ലെങ്കിൽ H2O വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്നു എന്നൊക്കെ പറയുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ലെ. അവിടെ എന്തോ ഒരു മാറ്റം, രാസമാറ്റം എന്ന് പറയും നമ്മള് അല്ലെ. ഇങ്ങനെ ഒരു പ്രവർത്തനം നടന്നപ്പോ അവിടെ ഒരു രാസമാറ്റം ഉണ്ടായി. ഈ രാസമാറ്റമാണ് ആവേഗങ്ങളായിട്ട് നമ്മുടെ നാഡികള് നമ്മുടെ ബ്രെയിനിലോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്തും ഈ വീഡിയോ ഓൺ ചെയ്തിട്ട് പുറത്തുള്ള കാഴ്ച കാണുന്ന സമയത്തും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ്. മനസ്സിലായോ? പ്രകാശം നമ്മുടെ കണ്ണിലോട്ട് എത്തുന്ന സമയത്ത് അവസാനം കോർണിയ വഴി ഉള്ളിലോട്ട് പോയി അവസാനം നമ്മുടെ റെറ്റിനേന്റെ ഭാഗത്തോട്ട് പീതബിന്ദുവിന്റെ അടുത്തോട്ട് പ്രകാശം എത്തുമ്പോ ആ പ്രകാശത്തിന് ആര് സ്വീകരിക്കും? പ്രകാശഗ്രാഹികളായ റോഡ് കോശവും കോൺ കോശവും സ്വീകരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ റോഡ് കോശത്തിലും കോൺ കോശത്തിലും വർണ്ണവസ്തുക്കളായ റൊഡോപ്സിനും ഫോട്ടോപ്സിനും ഉണ്ട്. ഇവർ രണ്ടുപേരും ആ പ്രകാശം അങ്ങോട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്നൊരു മാറ്റം ഉണ്ടായി. എന്ത് മാറ്റം ഉണ്ടായത്? അത്രയും നേരം ഇങ്ങനെ ഇരുന്ന ആള് രണ്ടെണ്ണമായിട്ട് അങ്ങ് വിഘടിച്ചു. എന്തൊക്കെ ആയിട്ടാ വിഘടിച്ചേ? റെറ്റിനാലും ഓപ്സിനുമായിട്ട്. അതായത് നമ്മൾ റൊഡോപ്സിൻ റെറ്റിനാലും ഓപ്സിനുമായിട്ട് വിഘടിക്കും, ഫോട്ടോപ്സിനും റെറ്റിനാലും ഓപ്സിനുമായിട്ട് വിഘടിക്കും. അവിടെ ഒരു രാസമാറ്റം സംഭവിച്ചു. ഈ രാസമാറ്റം ആര് മനസ്സിലാക്കും? ഈ രാസമാറ്റം അല്ലെങ്കിൽ ഈ ഒരു ആവേഗത്തിനെ ആര് മനസ്സിലാക്കും? നേത്രനാഡി മനസ്സിലാക്കും. നേത്രനാഡി മനസ്സിലാക്കിയിട്ട് ആർക്ക് വിവരം കൊണ്ടുകൊടുക്കും? ബ്രെയിനിലോട്ട് വിവരം കൊണ്ടുപോകും. ഇനി ബ്രെയിനിൽ എവിടെ കൊടുക്കും? സെറിബ്രത്തിൽ കൊടുക്കും. കിട്ടിയോ? ഇത്രയും നേരം ഞാൻ പറഞ്ഞ സാധനം, ഈ ലാസ്റ്റ് ഈ ഒരു സ്ലൈഡ് വെച്ച് ഞാൻ പറഞ്ഞ സാധനം ഒന്ന് കണ്ണടച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓർത്തു നോക്കി. ക്ലിയർ ആണോ? ഓക്കെ, ഈസിയാണ്. 1-2 പ്രാവശ്യം ഒന്ന് കേട്ട് കഴിഞ്ഞാൽ കിട്ടുന്നേ ഉള്ളൂ കേട്ടോ. അതേ സാധനമാണ്. പ്രകാശത്തിന്റെ സാന്നിധ്യത്തില് ഗ്രാഹീകോശങ്ങളിലുള്ള വർണ്ണകങ്ങൾ വിഘടിക്കുന്നു. ഈ രാസമാറ്റം ആവേഗങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമാകുകയും ആവേഗങ്ങൾ നേത്രനാഡിയിലൂടെ സെറിബ്രത്തിൽ എത്തുകയും ചെയ്യുമ്പോഴാണ് കാഴ്ച എന്ന അനുഭവം ഉണ്ടാവുന്നത്. ഓക്കെ, ഇപ്പോഴൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ അറിയുന്നില്ല, നമ്മൾ അറിയാതെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാഴ്ച എന്ന് പറയുന്ന അനുഭവം നമുക്ക് കിട്ടണമെങ്കിൽ ഇത്രയും പണികൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ അറിയുന്നില്ലെങ്കിലും ഇത്രയും വലിയ വലിയ റിയാക്ഷൻസ് ആണ് നടക്കുന്നത്. ഈ ഒരു ഏരിയയുടെ പേര് മാറരുത്, സെറിബ്രം എന്ന് തന്നെ ഓപ്ഷൻ എടുക്കണം. ഓക്കെ, അതേപോലെയുള്ള സെറിബെല്ലം എന്ന് പറഞ്ഞ വാക്കുണ്ടാവും. നമുക്കത് ആവശ്യമില്ലാത്ത ഒരാളാണ് കേട്ടോ. ഇവിടെ ആവശ്യമില്ല, ശരിക്കും നമുക്ക് ആവശ്യമുണ്ട്. നമുക്കിങ്ങനെ
ബോഡി ബാലൻസ് ഒക്കെ കിട്ടണമെങ്കിലും നമ്മുടെ മസിൽസ് വർക്ക് ചെയ്യണമെങ്കിലും ഒക്കെ സെറിബെല്ലം ആവശ്യമാണ്. പക്ഷെ ഇവിടെ നമുക്ക് കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേൾവിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സെറിബ്രത്തിനെ നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, ഈ ഭാഗത്തിന് എന്തെങ്കിലുമൊക്കെ തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ചില ആൾക്കാർക്ക് കാഴ്ച നഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, കേൾവി ശക്തി നഷ്ടപ്പെടുക, സംസാരശേഷി നഷ്ടപ്പെടുക, അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? തലയ്ക്കൊക്കെ വലിയ പ്രശ്നം വരുന്നവർക്ക്. കാരണം സെറിബ്രത്തിന് എന്തെങ്കിലും ഒരു അടി കിട്ടുന്ന സമയത്ത്, ക്ഷതം സംഭവിക്കുമ്പോഴാണ് ഈ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക കേട്ടോ. ദെൻ ലാസ്റ്റ്, നമ്മള് പൂച്ച, നായ തുടങ്ങിയിട്ടുള്ള ജീവികളെയൊക്കെ നമ്മൾ രാത്രി കാണുമ്പോൾ അവരുടെ കണ്ണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷൈനിങ് ഉണ്ടാവുന്ന കാണാം, അല്ലെ? തിളക്കം ഉണ്ടാവും. അതിന് കാരണം ഈ ജീവികളില് ടപ്പീറ്റം എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ലെയർ കാണും. നമുക്കില്ലാത്ത ഒരു എക്സ്ട്രാ ലെയർ ആണ് ടപ്പീറ്റം. ആരിൽ മാത്രമേ കാണുള്ളൂ? പൂച്ച, നായ തുടങ്ങിയിട്ടുള്ള ജീവികൾ. അവരുടെ കണ്ണ് തിളങ്ങാനുള്ള റീസൺ ആണ് ടപ്പീറ്റം എന്ന് പറഞ്ഞ പാളി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് കണ്ണുനീരെന്ന് പറയുന്ന ഒരു ഇതുണ്ട്, അല്ലെ? നമ്മൾ പറയും പലരും ആയുധമായിട്ട് എടുക്കുന്ന സാധനമാണ് കണ്ണുനീരെന്നൊക്കെ പറയും. അപ്പൊ ഈ കണ്ണുനീര് ശരിക്കും എന്തിനാ? നമ്മൾ കരയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറൊരാളെ കാണിക്കാൻ വേണ്ടി പുറത്തേക്ക് വരുന്ന ഒരു സാധനമാണോ കണ്ണുനീര്? നമ്മുടെ കണ്ണിന്റെ ഒരു പ്രൊട്ടക്ഷനാണ്. നമ്മുടെ കണ്ണിൽ എന്തെങ്കിലും കീടാണുകൾ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് കണ്ണിൽ എന്തെങ്കിലും പൊടി വീണ് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറയും, അല്ലെ? നമ്മളെ കണ്ണ് എന്തിനു വേണ്ടിയിട്ടാണ് നിറയ്ക്കുന്നത്? ആ പൊടിയെ വാഷ് ചെയ്ത് കളയുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമുക്ക് കണ്ണുനീര് വരുന്നത് കേട്ടോ. അപ്പൊ ആരാ കണ്ണുനീര് ഉണ്ടാക്കാന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? ലാക്രിമൽ ഗ്രന്ഥികൾ അല്ലെങ്കിൽ ലാക്രിമൽ ഗ്ലാൻഡ് ആണ് കണ്ണുനീര് ഉണ്ടാക്കുന്നത്. ഇനി കണ്ണുനീരില് ഈ സൂക്ഷ്മജീവികളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണുനീരിലും ഉമിനീരിലും കാണുന്ന രാസാഗ്നി ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. ലൈസോസൈം എന്നാണ് പേര്. പേരെന്താ? ലൈസോസൈം. കണ്ണുനീരിലും ഉമിനീരിലും കാണുന്ന രാസാഗ്നിയാണ് ലൈസോസൈം. ഓക്കെ, രണ്ടിലും ഉണ്ട്, കണ്ണുനീരിലും ഉണ്ട്, ഉമിനീരിലും ഉണ്ട്. ഒരു രാസാഗ്നിയാണ് അല്ലെങ്കിൽ ഒരു എൻസൈമാണ്. പണി എന്താ? രോഗാണുക്കളെ നശിപ്പിക്കാൻ. കണ്ണുനീരിൽ കാണും, ഉമിനീരിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? സലൈവറി അമിലേസ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പേര് പഠിച്ചിട്ടില്ലേ? അതേപോലെ സലൈവറി അമിലേസ് പോലെ ഉമിനീരിലും നമ്മൾ ഭക്ഷണത്തിലൂടെ എന്തെങ്കിലും ബാക്ടീരിയയോ സൂക്ഷ്മാണുക്കളോ വന്നിട്ടുണ്ടെങ്കിൽ നശിപ്പിക്കാൻ സഹായിക്കുന്നതും ലൈസോസൈം തന്നെയാണ്. പേര് മാറരുത്. ഇതേപോലെയുള്ള ഒരു പേരുണ്ട്, ലൈസോസോം എന്ന് പറഞ്ഞിട്ട്. നമ്മൾ കോശം പഠിച്ചപ്പോൾ ഒരു കോശാംഗമാണ് എന്ന് പറഞ്ഞിട്ടാണ് ലൈസോസോമിനെ പഠിക്കുക. ഇയാളുടെ പേര് ലൈസോസൈം. ഏതെങ്കിലും ഒരു ഇതിന്റെ കൂടെ നിങ്ങൾ സൈം എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ എൻസൈം ആണെന്ന് ഓർത്താൽ മതി. നോക്കിയേ, സൈം, ലൈസോസൈം. എൻസൈമിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈം എന്നുള്ള ടേം യൂസ് ചെയ്യാം. ഇനി നമ്മുടെ കോർണിയയില് ഏറ്റവും പുറമെ കോർണിയ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടെന്ന് പഠിച്ചു അല്ലെ? ഈ കോർണിയയില് പുതുതായിട്ട് ഒരു ഭാഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ കണ്ണിൽ അല്ലെങ്കിൽ മനുഷ്യ നേത്രത്തിലെ കോർണിയയിൽ പുതുതായി കണ്ടുപിടിച്ച പാളിയാണ് ധുവപാളി എന്നറിയുന്നത് കേട്ടോ. ഒരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാറുണ്ട് ധുവപാളി. ഹർമീന്ദർ സിംഗ് ദുവ എന്ന് പറയുന്ന ആളാണ് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ ആ ഒരു പേര് ഹർമീന്ദർ സിംഗ് ദുവ എന്നുള്ള ആളുടെ പേരിനെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പേര് കൊടുത്തത്? ധുവപാളി എന്നുള്ള പേര് കൊടുക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ നോർമൽ LP UP ജനറൽ PSC പോലെയുള്ള പല എക്സാമിനും ചോദിക്കുന്ന ഒരു ഭാഗം. ഓക്കെ, ഇനി ഇതല്ലാണ്ട് നമുക്ക് ഒരു പാട്ടും കൂടി ഇതിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ചില അസുഖങ്ങൾ, അതും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പം ആദ്യം നിങ്ങൾ കണ്ണിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും അതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് അസുഖങ്ങളിലേക്ക് പോകാൻ പറ്റും. കാരണം അസുഖങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പല ടേമുകളെ കുറിച്ച്, ഈ ലെൻസിന്റെ വക്രത അല്ലെങ്കിൽ നമ്മുടെ കാഴ്ച, റെറ്റിന, അങ്ങനെയുള്ള ടേംസ് ഒക്കെ തന്നെയാണ് പിന്നെ ഉപയോഗിക്കുക. അപ്പൊ അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസീസസിലേക്ക് പോകാൻ പറ്റുള്ളൂ, ഐ ഡിസോർഡറിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? ക്ലിയർ ആയിട്ട് വായിച്ച് മനസ്സിലാക്കി നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.